നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ രാവിലെ തുടങ്ങുകയാണ്. ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും ചായയൊക്കെ കുടിച്ചിങ്ങനെ എഴുന്നേറ്റ് വരുന്നതേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എന്തായാലും പ്രേക്ഷകർ ന്യൂസ് 8-നൊപ്പം തുടരുക. നിരവധി വാർത്തകളുമായാണ് ഞാൻ എത്തിയത്. നമുക്ക് എന്തായാലും പ്രധാന വാർത്തകൾ നോക്കാം. തലക്കെട്ടുകളിലേക്ക്. തമിഴ്നാട്ടിൽ തള്ളിയ മാലിന്യം ഇന്ന് നീക്കം ചെയ്യും. കേരളത്തിൽ നിന്ന് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ 20ഓളം ഉദ്യോഗസ്ഥർ തിരുനെൽവേലിയിൽ. നീക്കം ചെയ്യുന്ന മാലിന്യം ക്ലീൻ കേരള ഗോഡൌണുകളിൽ വേർതിരിച്ച് സംസ്കരിക്കും. മാലിന്യം തള്ളിയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈയൊഴിഞ്ഞ IMA. DGP MR അജിത് കുമാറിന് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് റിപ്പോർട്ട്. തിരുവനന്തപുരം CPM സമ്മേളനത്തിൽ പരാതി കെട്ടിച്ചു പ്രതിനിധികൾ. പോലീസ് സ്റ്റേഷനിൽ പാർട്ടിക്കാർ അവഗണന. BJP SDPI കാർക്കുള്ള പരിഗണന പോലും കിട്ടുന്നില്ലെന്ന് വിമർശനം. നഗരത്തിനുള്ളിൽ പാർട്ടി ഇല്ലാതാകുന്നു എന്നും വിലയിരുത്തൽ. MR അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തിൽ മുഖ്യമന്ത്രി കേൾക്കെ സമ്മേളനത്തിൽ വിമർശനം. ആരോഗ്യമന്ത്രി വീണ ജോർജിന് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയുടെ തിരുത്ത. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ട്രോമാ കെയർ 2021 മോശമായിരുന്നെന്ന് വീണയുടെ വാദം പണിയൊന്നുമല്ല. അവരതിനു വേണ്ടി ആഗ്രഹിച്ചു. അവര് ഇത് കോവിഡ് കാരണം ഫംഗ്ഷനിലായിരുന്നില്ലല്ലോ, അത് ഫംഗ്ഷനിലാക്കി. വീണ ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് KK ശൈലജയുടെ മറുപടി. ന്യൂസ് 18 അഭിമുഖം Q18. വയനാട് ദുരന്ത പുനരധിവാസം ചർച്ച ചെയ്യാൻ ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം. സ്ഥലമേറ്റെടുക്കൽ, വീട് നിർമ്മാണം എന്നിവയിൽ അന്തിമ തീരുമാനമുണ്ടാകും. ഓൺലൈനിൽ യോഗം ഉച്ചകഴിഞ്ഞ് 3:30. MPയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. മരുന്നുകളോട് നേരിയ തോതിൽ പ്രതികരിക്കുന്നുണ്ടെന്ന് ആശുപത്രി. മലയാളത്തിന്റെ മഹാസാഹിത്യകാരൻ വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ തുടരുന്നു. മെഡിക്കൽ ബുള്ളറ്റിൻ രാവിലെ 10 മണിക്ക്. ശബരിമല മണ്ഡല പൂജയ്ക്കുള്ള തങ്ക അങ്കിയുമായി ഘോഷയാത്ര അല്പസമയത്തിനകം പുറപ്പെടും. ശരണമന്ത്രമുഖരിതമായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ഘോഷയാത്ര 25 വൈകിട്ട് പമ്പയിലെത്തും. കട്ടപ്പനയിലെ നിക്ഷേപകന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താൻ പോലീസ്. തെളിവുകൾ പരിശോധിക്കുന്നു. മുൻ ഏരിയ സെക്രട്ടറി സജി അടക്കമുള്ളവരുടെ മൊഴിയെടുക്കും. സാബുവിന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക്. കൊച്ചിയിലുമുണ്ട് തലസ്ഥാനത്തെ ആമയിഴഞ്ചാൻ തോടുപോലൊന്ന്. പൊന്നുരുന്നിയിലെ തോട് അടഞ്ഞതോടെ സമീപവാസികളുടെ ജീവിതം ദുസ്സഹം. മലിനജലം ഒഴുക്ക് നിലച്ചത് റെയിൽവേ പാലം താഴ്ത്തിയതോടെ. റെയിൽവേ വിചാരിച്ചാൽ പ്രശ്നപരിഹാരം നിസ്സാരം. കാനഡയിൽ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ഭാവി പ്രതിസന്ധിയിൽ. അവിശ്വാസ പ്രമേയത്തെ നേരിടേണ്ടി വരും. ട്രൂഡോയ്ക്ക് അടിതെറ്റിയെന്നൊപ്പമുണ്ടായിരുന്ന NDP പാലം വലിച്ചതോടെ. വിശദമായി നോക്കാം. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് രാവിലെയിലേക്ക്. നിരവധി വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യം തന്നെ കട്ടപ്പനയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെയൊക്കെ ഉള്ളുലച്ചൊരു വാർത്തയായിരുന്നു. കാരണം ഒരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച പണം ഒരു നിക്ഷേപകൻ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. ആ പണം തിരിച്ചു ചോദിച്ചതിന് അദ്ദേഹം അപമാനിതനാകുന്നു. മാത്രമല്ല CPM നേതാക്കളിൽ നിന്ന് ഭീഷണി നേരിടുന്നു. അതിനെ തുടർന്ന് മനം തോന്ന ബാങ്കിന് മുൻപിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു. എത്രമാത്രം നമ്മളൊക്കെ വേദനിപ്പിച്ചൊരു വാർത്തയാണല്ലേ. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ആ വാർത്തയിലേക്ക് തന്നെയാണ് തുടക്കത്തിൽ പോകുന്നത്.
കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ പോലീസ്. തെളിവുകൾ പരിശോധിച്ച് കൂടുതൽ വകുപ്പുകൾ ചുമത്തും. CPM മുൻ ഏരിയ സെക്രട്ടറി VR സജി അടക്കമുള്ളവരുടെ മൊഴിയുടൻ രേഖപ്പെടുത്തും. സാബുവിന്റെ മൊബൈൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. പ്രിൻസ് ജെയിംസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രിൻസ്, ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ തരത്തിൽ നമ്മളെയൊക്കെ വേദനിപ്പിച്ചൊരു വാർത്തയായിരുന്നു ഈ കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യ. അത്തരത്തിലൊരു സംഭവം ഇനി ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും ഈ വാർത്തയിലേക്ക് കടക്കുന്നത്. അത്രമാത്രം വേദനയുണ്ടാക്കുന്നൊരു വാർത്ത. ഇന്നലെ നമ്മൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു ഫോൺ സംഭാഷണം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. വളരെ കേസുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമാകുന്ന ഒരു ഫോൺ സംഭാഷണം. CPM നേതാവിൽ നിന്ന് ആത്മഹത്യ ചെയ്ത സാബുവിന് നേരിട്ട ഭീഷണിയുമായി ബന്ധപ്പെട്ടതായിരുന്നു ആ ഫോൺ സംഭാഷണം. എന്തായാലും അതൊക്കെ പോലീസിന്റെ അന്വേഷണത്തിൽ വരുമെന്ന് മനസ്സിലാക്കാമല്ലേ? ഗുഡ് മോർണിംഗ്. ഏറെ വേദനാജനകമായ ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കട്ടപ്പനയിലുണ്ടായത്. ഒരു ഗൃഹനാഥൻ അദ്ദേഹം പണം തിരികെ ലഭിക്കാതെ ജീവിതത്തിലൊടുക്കേണ്ടി വരുന്ന സാഹചര്യം. കൃത്യമായും താൻ്റെ ജീവിതകാലത്ത് സമ്പാദിച്ച പണം ഒരു സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുകയും അടിയന്തര ആവശ്യങ്ങൾക്ക് പോലും പണം തിരികെ ലഭിക്കാതെ വരികയും ചെയ്ത സാഹചര്യം. പ്രത്യേകിച്ചും ആശുപത്രി ആവശ്യത്തിനായി ഭാര്യയുടെ ചികിത്സാ ആവശ്യത്തിനായി പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ അത് മടക്കി ലഭിച്ചില്ലെന്നത് മാത്രമല്ല, ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് മോശം അനുഭവം ഉണ്ടാകും. അവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും തുടർന്ന് അത് ആ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി മുൻ പ്രസിഡന്റും മേഖലയിലെ പ്രധാന പൊതുപ്രവർത്തകരുമായ വ്യക്തിയെ വിളിക്കുമ്പോഴേക്കും അവരുടെ ഭാഗത്തുനിന്ന് ഭീഷണി ഉണ്ടാവുകയും ചെയ്യുന്നതൊക്കെയായിരുന്നു അദ്ദേഹത്തെ വളരെയധികം മാനസികമായി ബുദ്ധിമുട്ടിക്കുകയും തുടർന്ന് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ പോലീസ് നടത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. തികച്ചും കൃത്യമായും കാര്യം കോൺഗ്രസിന്റെയും BJPയുടെയും ഒപ്പം വ്യാപാരികളുടെയും ഭാഗത്തുനിന്ന് വലിയ സമരങ്ങളൊക്കെയുള്ള സാധ്യത കൂടിയുള്ളതുകൊണ്ട് തന്നെ കൃത്യമായ ഇടപെടൽ പോലീസ് നടത്തുമെന്നാണ് കരുതുന്നത്. എന്തായാലും VR സജി അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കും എന്ന പ്രത്യേകിച്ചും ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയുള്ള കേസുകൾ എടുക്കുമെന്നാണ് കരുതുന്നത്. അതെ, അവിടെയാണ് പ്രധാനമായും നമുക്ക് സംശയം ഉയർന്നത്. കാരണം ഇന്നലെ VR സജി എന്ന CPM നേതാവ് പറയുന്ന ഓഡിയോ സംഭാഷണത്തിൽ അത് ഇങ്ങനെയായിരുന്നു: അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞുവെന്ന്. അത്തരത്തിൽ അടി കൊടുത്ത് പഠിപ്പിക്കലാണോ കട്ടപ്പനയിലെ CPM എന്നൊക്കെ നമ്മൾ ഇന്നലെ തന്നെ ചോദിച്ചതാണ്. എന്തായാലും പ്രധാനമായും ഈ CPM നേതാവിന്റെ ഭീഷണി സാബുവിന്റെ മരണത്തിലേക്ക് നയിക്കാൻ ഒരു കാരണമായോ എന്നത് അന്വേഷണ സംഘം അന്വേഷിക്കുമെന്ന് കരുതാമല്ലേ ഈ ഘട്ടത്തിൽ? ഭവ്യ, തീർച്ചയായും അത്തരത്തിലുള്ളൊരു അന്വേഷണമായിരിക്കും പോലീസ് നടത്തുക. കൃത്യമായും ഈ സംഭവം ഉണ്ടായ ശേഷം, ബാങ്കിൽ നിന്നും മോശം അനുഭവം ഉണ്ടായ ശേഷം VR സജിയുമായി ഇപ്പോൾ സംസാരിക്കുമ്പോൾ മറ്റൊരു രീതിയിലുള്ള സമീപനമായിരുന്നു സജിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നാളെ നമുക്ക് സംസാരിക്കാം, ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാം എന്ന തരത്തിലുള്ളൊരു സമാധാനപരമായ ഒരു ഇടപെടൽ ഈ സജിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നെങ്കിൽ ഈ സാബു ഇത്തരത്തിലുള്ള ഒരു തരത്തിലേക്ക് നീങ്ങിയില്ല എന്നാണ് കരുതേണ്ടത്. കാരണം വളരെ ഈ ബാങ്കിലെത്തിയപ്പോൾ വളരെ മോശം അനുഭവം ഉണ്ടാകുന്നു. തുടർന്ന് ഒരു ഈ വിവരമൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടി പ്രധാന നേതാവിനെ അല്ലെങ്കിൽ ബാങ്കിന്റെ പ്രസിഡന്റിനെ വിളിക്കുന്നു. അവിടെ ഭീഷണി ഉണ്ടാകുന്നു. ഇതൊക്കെ ഈ ഗൃഹനാഥനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും തൊട്ടടുത്ത ദിവസം പണം ആവശ്യമാകുന്ന ഒരു സാഹചര്യത്തിൽ പോലും അത് ലഭിക്കാതെ വരികയും ഒപ്പം ഭീഷണിയും അപമാനവും എല്ലാം ഉണ്ടാകുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തെ വളരെ തളർത്തിയിരിക്കാം. അതൊക്കെയായിരിക്കാം മരണ കാരണം മനസ്സിലേക്ക് നയിച്ചത്. അങ്ങനെ അപമാനിതനാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. പണം സ്വയം വർഷങ്ങളോളം അധ്വാനിച്ച പണം നിക്ഷേപിച്ചത് കൂടാതെ അത് തിരികെ ലഭിക്കുന്നില്ല. ഒപ്പം അപമാനവും നേരിടേണ്ട ഒരു സാഹചര്യമൊക്കെ അദ്ദേഹത്തെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിരിക്കാമെന്നാണ് കരുതുന്നത്. അതാണ്. പക്ഷെ അപ്പോൾ പോലും ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്ന് ഇന്നലെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് നമ്മൾ കേട്ടു. അതേ സമയത്ത് അപമാനിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടു. അപമാനിച്ചിട്ടുമില്ല, ഭീഷണിപ്പെടുത്തിയിട്ടുമില്ല എന്ന് പാർട്ടി പറയുമ്പോൾ അപ്പോഴും പാർട്ടി പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യത്തിൽ പോലും പാർട്ടി അത് തള്ളുകയാണ്. പക്ഷെ അതേ സമയത്ത് സാബുവിന്റെ ഭാര്യ പറയുന്നത് നമ്മൾ കേട്ടു. വലിയ തരത്തിൽ അദ്ദേഹത്തെ അപമാനിച്ചു. മരണത്തിന്റെ തലേ ദിവസം പോലും ആ വേദനയിലായിരുന്നു അദ്ദേഹമെന്ന് സാബുവിന്റെ ഭാര്യ വളരെ വേദനയോടുകൂടി പറഞ്ഞത് നമ്മൾ ഇന്നലെ കേട്ടതാണ്. അവരുടെ പ്രതികരണത്തിൽ അത് വ്യക്തമാണ്. കൃത്യമായി അപമാനിതനായി, സാബുവിനെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്ന സാബുവിന്റെ ഭാര്യയുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. ഈ ഒരു ഘട്ടത്തിൽ നമുക്കിനി അറിയേണ്ടത് ഈ നിക്ഷേപകനായ സാധാരണക്കാരനായ സാബുവിനെ അപമാനിച്ചവർക്കെതിരെയും കേസുണ്ടാകുമോ, അല്ലെങ്കിൽ ഈ അപമാനിച്ചവരെ പ്രതികളാക്കുമോ അന്വേഷണ സംഘമെന്നാണ്. പ്രിൻസ്, പോലീസ് തീർച്ചയായും പോലീസ് അത്തരത്തിലുള്ളൊരു അന്വേഷണത്തിലേക്കാണ് നീങ്ങുന്നത്. സജീവ അടക്കമുള്ളവർക്കെതിരെ അവരുടെയൊക്കെ മൊഴിയെടുക്കും. ഒപ്പം ഈ ജീവനക്കാരുടെയും സെക്രട്ടറി അടക്കമുള്ള ജീവനക്കാരുടെയും മൊഴിയെടുക്കും. എന്തായാലും ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി കേസുകൾ മുൻപോട്ട് കൊണ്ടുപോകാനാണ് നടപടി സ്വീകരിക്കുന്നത്. ഒപ്പം ബാങ്കിനുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും. ഒപ്പം അതോടൊപ്പം തന്നെ ഈ മരണപ്പെട്ട വ്യക്തിയുടെ മൊബൈൽ ഫോൺ അടക്കം ശാസ്ത്രീയ പരിശോധനയ്ക്കും വിധേയമാക്കും. എന്തായാലും
നിലവിലത്തെ സാഹചര്യത്തിൽ ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസ് എടുക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. തീർച്ചയായും നമുക്ക് മുൻപിൽ എന്തായാലും 3 പ്രധാന ചോദ്യങ്ങളാണ്. ഒന്ന്, ഈ CPM നേതാവിന്റെ ഭീഷണി മരണത്തിന് കാരണമായോ സാബുവിന്റെ എന്നുള്ളത്. മറ്റൊന്ന്, നിക്ഷേപകനെ അപമാനിച്ച ആ ബാങ്ക് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമോ, അല്ലെങ്കിൽ അവർ പ്രതികളാകുമോ? മറ്റൊന്ന്, സഹകരണ തട്ടിപ്പുകൾ തുടരുകയാണ്. ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും അന്വേഷണം ശരിയായ ദിശയിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. പ്രിൻസ് ജെയിംസ് ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നമ്മൾ ഇനി പോകുന്നത് ശബരിമല വാർത്തയിലേക്കാണ്. ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുള്ള രഥഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ഘോഷയാത്ര ബുധനാഴ്ച സന്നിധാനത്തെത്തും. വ്യാഴാഴ്ചയാണ് മണ്ഡല പൂജ. ശശിനാരായണൻ നൽകും വിവരങ്ങൾ. ശശിനാരായണൻ, ഇപ്പോൾ മണ്ഡലം തുടങ്ങിയിട്ട് 37-ാം ദിവസമാകുന്നു. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് പ്രധാനമായും തങ്കാങ്കി വഹിച്ചുള്ള അയ്യപ്പനെ കാണാനുള്ളൊരു കാത്തിരിപ്പാണ്. എന്തായാലും ആ ഘോഷയാത്ര, അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കാങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര ആറന്മുളയിൽ നിന്നും പുറപ്പെട്ടു അല്ലേ? അല്പസമയം മുമ്പാണ് ആറന്മുളയിൽ നിന്നും തങ്കയങ്കി രഥഘോഷയാത്ര പുറപ്പെട്ടത്. പുലർച്ചെ 5 മണി മുതൽ തങ്കയങ്കി ദർശിക്കാനുള്ള അവസരം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലുണ്ടായിരുന്നു. നിരവധി ഭക്തരാണ് തങ്കയങ്കി കണ്ട് തൊഴുത് മടങ്ങിയത്. ഒപ്പം ഈ ഘോഷയാത്രയോടൊപ്പം ഭക്തർ അനുഗമിക്കുന്നുണ്ട്. എന്തായാലും പുലർച്ചയോടുകൂടി സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച തങ്കയങ്കി ആദ്യം ക്ഷേത്രത്തിന് മുന്നിൽ പ്രത്യേക സജ്ജമാക്കിയ പീഠത്തിൽ വെച്ചു. അവിടെയാണ് 2 മണിക്കൂറോളം ഭക്തർക്ക് തൊഴാനുള്ള അവസരം ലഭിച്ചത്. അവിടെ നിന്നാണ് ഇപ്പോൾ പ്രത്യേക രഥത്തിലേക്ക്, അലങ്കരിച്ച രഥത്തിലേക്ക് തങ്കയങ്കി മാറ്റി. 7 മണിയോടുകൂടി തന്നെ തങ്കയങ്കി രഥഘോഷ യാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. 4 ദിവസം എടുത്താണ് തങ്കയങ്കി ശബരിമലയിലെത്തുക. അതായത് ആദ്യത്തെ ദിവസം ഇന്ന് വൈകുന്നേരം മാവൂമ്പല്ലൂർ രക്തബന്ധസ്വാമി ക്ഷേത്രത്തിലും, 2ാം ദിവസം കോന്നി മുരിങ്ങംകൽ ക്ഷേത്രത്തിലും, 3ാം ദിവസം പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിലും തങ്കയങ്കി വിശ്വസിക്കും. അതിനുശേഷം 4ാം ദിവസം പമ്പയിൽ ഉച്ചയോടുകൂടി എത്തും. അവിടെ നിന്നും ഘോഷയാത്രയായി ശരകുത്തിലെത്തുമ്പോഴത്തേക്ക് അവിടെ ദേവസ്വം ബോർഡ് ഭക്തരും ഘോഷയാത്രയെ ആചാരപൂർവ്വം സ്വീകരിക്കും. തുടർന്ന് 18ാം പടി കയറുന്ന സമയത്ത് തന്ത്രി മേൽശാന്തി തങ്കയങ്കി 25ാം തീയതി വൈകിട്ട് ആദരവോടെ സ്വീകരിക്കും. തുടർന്ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന 6:30 നടക്കും. 26-നാണ് മണ്ഡല പൂജ നടക്കുന്നത്. അങ്ങനെ ഈ മണ്ഡല കാലാവസാനം 41 ദിവസത്തെ പ്രധാന സ്ഥാനങ്ങൾ അവസാനിക്കുന്ന ഒരു കാലഘട്ടം സമയം കൂടിയാണ് 41-ാമത്തെ ദിവസം, അതായത് 26-ാം തീയതി മണ്ഡല പൂജ നടക്കുന്നത്. ഏതായാലും ഒരു ഭക്തി നിർഭരമായ ഒരു ചടങ്ങോട് കൂടിയാണ് ഈ തങ്കയങ്കിയെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നത്. കടന്നു പോകുന്ന വീഥികളിലെല്ലാം നിലവിളക്കും നിറപറയും വെച്ചാണ് ഭക്തർ അയ്യപ്പസ്വാമിയെ ചാർത്താനുള്ള തങ്കയങ്കി ഈ സ്വീകരിക്കുന്നത്. നിരവധി കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ തങ്കയങ്കിക്കുണ്ട്. 72 ഇടങ്ങളിലാണ് തങ്കയങ്കിക്ക് ചെറുതും വലുതുമായ സ്വീകരണങ്ങൾ ഉള്ളത്. ഓരോ സ്ഥലത്തും ഇത്തരത്തിൽ ഭക്തർ ചെറുതും വലുതുമായ സ്ഥലങ്ങളിൽ ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിലാണ് ഈ വലിയ സുരക്ഷയോടുകൂടിയാണ് ഈ തങ്കയങ്കി കടന്നുപോകുന്നത്. കാരണം പോലീസിന്റെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ സെക്യൂരിറ്റിയുടെ അടക്കമുള്ള ഭക്തരുടെയൊക്കെ ഒരു വലിയ സുരക്ഷയും ആദരവോടും കൂടി ആചാര അനുഷ്ഠാനങ്ങൾ കൂടിയാണ് തങ്കയങ്കി രഥഘോഷയാത്ര ഈ ഓരോ വീഥികളിലൂടെയും കടന്ന് സന്നിധാനത്ത് എത്തുക. ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് ഈ തങ്കയങ്കി ശബരിമല നടക്ക് സമർപ്പിച്ചിട്ടുള്ളത്. 450 ഗ്രാം തൂക്കമുള്ള ആഭരണങ്ങളാണ് തങ്കയങ്കി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡല പൂജയ്ക്ക് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന എന്ന് പറയുന്നത് ഭക്തരെ സംബന്ധിച്ച് വലിയ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്, ആചാരത്തിന്റെ ഭാഗമാണ്. അവർക്ക് അത് കാണുക എന്ന് പറയുന്നത് തന്നെ പുണ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സാധാരണപ്പെട്ട നാട്ടുകാരായ ആളുകൾക്ക്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അടക്കമുള്ള ആളുകൾക്ക് ഒരേ സമയം അയ്യപ്പനെ ദർശിക്കാനുള്ള അവസരം നിലയ്ക്കാണ് ആറന്മുളയിൽ രാവിലെ തൊട്ട് തന്നെ ഈ തങ്കയങ്കി 5 മണിയോടുകൂടി ദർശിക്കാനുള്ള അവസരം ഉണ്ടാക്കിയത്. അങ്ങനെ നാടിന്റെ നാനാഭാഗത്തുള്ള തീർത്ഥാടകരും അയ്യപ്പ വിശ്വാസികളുമൊക്കെ രാവിലെ തന്നെ ആറന്മുള ക്ഷേത്രത്തിലെത്തുന്നു. സ്വാമിമാരും ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പന്മാരും സ്വാമിമാരും ഇതര സംസ്ഥാന തീർത്ഥാടകർക്കും രാവിലെ ആറന്മുള ക്ഷേത്രത്തിലെത്തി തങ്കയങ്കി ദർശിക്കുന്നത്. ഇപ്പോൾ തങ്കയങ്കി രഥഘോഷയാത്ര ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ 72 കേന്ദ്രങ്ങൾ പിന്നിട്ടായിരിക്കും കാനനപാതയിലൂടെ ഈ തങ്കയങ്കി സന്നിധാനത്ത് എത്തിച്ചേരുക. പമ്പയിൽ നിന്നും 25-ാം തീയതി 3 മണിയോടുകൂടി തന്നെ വളരെ ആഘോഷത്തോടെ ആചാരപൂർവ്വം ഈ തങ്കയങ്കി ആചാരാനുഷ്ഠാനങ്ങളെല്ലാം പാലിച്ചായിരിക്കും മലകേറുക. അവിടെ ശരംകുത്തിൽ വെച്ച് സ്വീകരിച്ച ശേഷം 25-ന് വൈകിട്ടാണ് ദീപാരാധന നടക്കുക. അത്തരത്തിൽ ഒരു വിശ്വാസത്തിന്റെയും ആചാര അനുഷ്ഠാനങ്ങളുടെ ഏറ്റവും ഭാഗമായിട്ടാണ് ഈ തങ്കയങ്കി രഥഘോഷയാത്ര ഭക്തർ ഓരോ സ്ഥലങ്ങളിലും സ്വീകരിക്കുന്നത്.
ശരി, എന്തായാലും തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ആറന്മുളയിൽ നിന്നും അയ്യപ്പനെ ചാർത്താനുള്ള തങ്കയങ്കി ശബരിമലയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ബുധനാഴ്ച എന്തായാലും തങ്കയങ്കി ശബരിമലയിലെത്തുമെന്നാണ് അറിയാൻ സാധിച്ചത്. മറ്റു വാർത്തയിലേക്ക്. എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. മരുന്നുകളുടെ നേരിയ തോതിൽ പ്രതികരിക്കുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് എം ടി ഉള്ളത്. MS അനീഷ് കുമാർ ചേരുന്നു. കോഴിക്കോട് നിന്ന് ആശുപത്രിയുടെ മുൻപിൽ നിന്നാണ് അനീഷ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി ഈ മലയാളം മുഴുവൻ, കേരളം മുഴുവൻ കാത്തിരിക്കുന്നത് എം ടി വാസുദേവൻ നായർ അദ്ദേഹം ആരോഗ്യവാനായി തിരിച്ചു വരുന്നു എന്നുള്ള വാർത്ത കേൾക്കാനാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില പുരോഗതിയിലേക്ക് കടക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കാനാണ്. എന്താണ് നിലവിലെ സാഹചര്യം? എപ്പോഴത്തേക്കും മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാകും? നമ്മളും അങ്ങനെ തന്നെ ആഗ്രഹിച്ചാണ് ആശുപത്രിയുടെ മുൻവശത്ത് നിൽക്കുന്നത്. എന്തായാലും ചെറിയ രീതിയിൽ അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടോ എന്ന ഇന്നലത്തെ രീതി അതേ രീതിയിൽ തന്നെ ഇന്നും തുടരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്നലെ ആശുപത്രിയിലെ വിദഗ്ധ സംഘം അടങ്ങുന്ന ഡോക്ടർമാർ യോഗം ചേർന്നിരുന്നു. അതിനുശേഷമാണ് നിലവിലെ ചികിത്സ അതേ രീതിയിൽ തന്നെ തുടരുക എന്ന ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. കാരണം ചില പോസിറ്റീവ് സൈനുകൾ ലഭിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് ആശുപത്രിയിൽ നിന്നും വിശദീകരണം ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ലഭിച്ചത്. ഇന്നിപ്പോൾ രാവിലെ 10 മണിക്ക് അദ്ദേഹത്തിന്റെ നിലവിലെ ആരോഗ്യ അവസ്ഥ വ്യക്തമാക്കിക്കൊണ്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കും. എന്തായാലും കഴിഞ്ഞ ദിവസത്തേക്കാൾ, അതായത് ആദ്യ ദിവസം എത്തിച്ചതിനേക്കാൾ ഒരു മെച്ചപ്പെട്ട രീതിയിലേക്ക് അദ്ദേഹം നീങ്ങുന്നുണ്ട് എന്ന് തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് പറയുന്നത്. അദ്ദേഹത്തെ കൈകാലുകളിൽ നേരിയ ചലനം ദൃശ്യമാണ്. ഒപ്പം കൺപോളകൾ ചെറുതായി അടച്ചു തുറക്കുന്നു എന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. അതുകൊണ്ട് മരുന്നുകളോട് നേരിയ തോതിൽ പ്രതികരിക്കുന്നു എന്ന ലക്ഷണം തന്നെയാണ് കണ്ടു വരുന്നത്. എന്തായാലും രാവിലെ തന്നെ പരിശോധനകൾ നടത്തിയ ശേഷം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നൽകും. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളടക്കമുള്ള ആളുകൾ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നു. ചില രാഷ്ട്രീയ നേതാക്കളടക്കമുള്ളവർ ഇടയ്ക്ക് അദ്ദേഹത്തെ സന്ദർശിക്കാനായി എത്തുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അവസ്ഥ സംബന്ധിച്ച് എന്തായാലും അല്പസമയത്തിനകം നമുക്ക് ഇന്നത്തെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും. അനീഷ്, എന്തായാലും ഇന്ന് 10 മണിയോടുകൂടി മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായി വന്നതിന് ശേഷം ഇന്നത്തെ ഒരു സാഹചര്യം എന്താണ് എന്നറിയാൻ സാധിക്കും. പക്ഷെ അപ്പോൾ പോലും മരുന്നുകളോട് അദ്ദേഹം നേരിയ രീതിയിൽ പ്രതികരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ആശ്വാസം തന്നെയാണ്. നമുക്ക് പ്രതീക്ഷയാണ്, മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ തിരിച്ചു വരുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് ആ ഒരു ചെറിയ വാർത്ത പോലും നൽകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ എത്തുന്നുണ്ട്. സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരൊക്കെ എത്തുന്നുണ്ട്. ഇന്ന് അത്തരത്തിൽ ആരെങ്കിലും ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്? എന്താണ് അറിയാൻ സാധിച്ചത് അനീഷ്? ഇന്ന് കൃത്യമായി ഇനിയും പറഞ്ഞിട്ടില്ല. പക്ഷേ അപ്രതീക്ഷിതമായി ആവും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുക. എന്തായാലും ഉറപ്പായിട്ടും ആളുകൾ എത്താൻ ഉള്ള സാധ്യതകൾ തന്നെയാണ്. പ്രത്യേകിച്ചും അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നു, ചെറിയ ഒരു പോസിറ്റീവ് സൈൻ ലഭിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ ആശുപത്രിയിൽ നിന്നും പുറത്തു വരുന്ന സാഹചര്യത്തിൽ എന്തായാലും 2-3 ഘടകങ്ങൾ ഈ കാര്യത്തിൽ ഏറ്റവും നിർണായകമാണ്. പ്രത്യേകിച്ചും മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും അനുകൂല ഘടകമായി ആശുപത്രി അധികൃതർ വിലയിരുത്തുന്നത്. കാരണം 15-ാം തീയതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാവുകയായിരുന്നു. അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട ചികിത്സയിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. രണ്ടാമതാണ് ഈ ശരീരചലനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ കൈകാലുകൾ അനക്കാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ കൈകാലുകളിലെ ഒരു ചലനം ദൃശ്യമാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. കൺപോളുകൾ തുറക്കുന്ന മറ്റൊരവസ്ഥയും. കാരണം ആദ്യത്തെ ഒരു 2 ദിവസത്തോളം പൂർണ്ണമായ ഒരു അബോധാവസ്ഥയിൽ തന്നെയായിരുന്നു അദ്ദേഹം കഴിയുന്നത്. അവിടെ നിന്നും ഒരു ചെറിയ മാറ്റം എന്ന രീതിയിൽ തന്നെയാണ് പുതിയ ഈ ചലനത്തെ വിലയിരുത്തുന്നത്. ഒപ്പം ഈ നഴ്സുമാർ വിളിക്കുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും ഒരു ഞരക്കം അല്ലെങ്കിൽ അത്തരം ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു, ഒരു മൂളൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുവെന്നും ഡോക്ടർമാർ വ്യക്തമാക്കുന്നു. ഈ 3 ഘടകങ്ങളും അനുകൂലമായ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഒരു പൂർണ്ണമായ മാറ്റം അല്ലെങ്കിൽ ഒരു പൂർണ്ണ ഭേദമാകൽ എന്ന രീതിയിലേക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല. അദ്ദേഹം പോരാടിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹം പലപ്പോഴും മുമ്പും ഇതുപോലെ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട സാഹചര്യമുണ്ടായിരുന്നു. അന്നും അദ്ദേഹം ആരോഗ്യവാനായി മടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും വലിയ പ്രാർത്ഥനയോടുകൂടിയാണ് ബന്ധുക്കളും അദ്ദേഹത്തിന്റെ ആരാധകരും സാഹിത്യ ലോകവും ഒക്കെ. സാഹിത്യകാരന്മാർ പലരും അദ്ദേഹത്തെ വന്ന് കണ്ട് സന്ദർശിച്ച് പോകുമ്പോഴും അവർ വലിയൊരു ശുഭാപ്തി വിശ്വാസമാണ് ഇക്കാര്യത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് നോക്കിയാൽ ആദ്യ ദിനങ്ങളെക്കാൾ, അതായത് മിനിയാന്നുണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പോസിറ്റീവായി കാര്യങ്ങൾ നീങ്ങുന്നു, മരുന്നുകളോട് പ്രതികരിക്കുന്നു എന്നത് തന്നെയാണ് ആശുപത്രി നൽകുന്ന വിവരം. പക്ഷെ അപ്പോഴും ഓർക്കുക, അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഉള്ളത്.
തീർച്ചയായും എന്തായാലും ചെറിയ ആശ്വാസത്തിന്റെ വാർത്തകൾ കോഴിക്കോട് നിന്ന് വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും അത് ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് 10 മണിയോട് കൂടിയുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ വരണം. എന്തായാലും മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമ്മളും പങ്കുവയ്ക്കുന്നത്. അങ്ങനെ തന്നെയാണ് മലയാളം മുഴുവൻ ആഗ്രഹിക്കുന്നതും. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. തമിഴ്നാട്ടിൽ തള്ളിയ കേരളത്തിലെ മെഡിക്കൽ മാലിന്യം ഇന്ന് നീക്കം ചെയ്യും. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ 20ഓളം ഉദ്യോഗസ്ഥർ തിരുനെൽവേലിയിലെത്തി നീക്കം ചെയ്യുന്ന മാലിന്യം ക്ലീൻ കേരള ഗോഡൌണുകളിൽ വേർതിരിച്ച് സംസ്കരിക്കാനാണ് തീരുമാനം. VV അരുൺ തിരുനെൽവേലിയിൽ നിന്നും തത്സമയം നമുക്കൊപ്പം ചേരും. അരുൺ, ഗുഡ് മോർണിംഗ്. എന്തായാലും മാലിന്യത്തിനുള്ളിലാണ് നിൽക്കുന്നത്, അത് മാത്രമേ, അതുകൊണ്ട് തന്നെ വലിയ ഗുഡ് മോർണിംഗ് ഒന്നും ആയിരിക്കില്ല. പക്ഷേ എന്തായാലും കേരളത്തെ സംബന്ധിച്ച് വലിയ അപമാനമായിരുന്നു ഈ മാലിന്യങ്ങൾ തിരുനെൽവേലിയിൽ തള്ളിയത്. പക്ഷേ അതിൽ ഇന്നൊരു മാറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ അവിടെ തള്ളിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യും എന്ന് പറയുന്നത് ചെറിയൊരു ആശ്വാസമാണ്. അത് എപ്പോഴത്തേക്ക് ഉണ്ടാകുമെന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളൊക്കെ. ആരും തീർച്ചയായിട്ടും കേരളത്തിന് വലിയ അപമാനമുണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ്. സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും അധികാരികളോ ചെയ്ത ഒരു തെറ്റല്ല. ചില ആശുപത്രികൾ, അതുപോലെ തന്നെ ചില ഏജൻസികൾ, അവർക്ക് ഒരുപക്ഷെ അവരുടെ വലിയ ലാഭത്തിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ കുറച്ച് പണം ലാഭിക്കാൻ വേണ്ടിയാകാം, അത്തരത്തിലുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. ഇത് ഞാനുള്ളത് തിരുനെൽവേലിയിലെ കല്ലൂർ എന്ന സ്ഥലത്താണ്. ഇവിടെ വലിയ രീതിയിലുള്ള മാലിന്യ നിക്ഷേപമുള്ള ഒരു മേഖലയാണ്. ഇവിടേക്കും അല്പസമയത്തിനകം കേരളത്തിലെ ഈ സംഘം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം സബ് കളക്ടറുടെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥ സംഘം ഇവിടേക്ക് വരുന്നത്. 20 അംഗ ഉദ്യോഗസ്ഥ സംഘം മാത്രമുണ്ട്. 70ഓളം പേരടങ്ങുന്ന ടീമാണ്, അതായത് ശുചീകരണ തൊഴിലാളികളടക്കം 70ഓളം പേരുടെ ടീമാണ് ഇവിടേക്ക് വരുന്നത്. രാവിലെ തന്നെ മാലിന്യ നീക്കം ആരംഭിക്കുമെന്നാണ് ഇന്നലെ നമുക്ക് ലഭിച്ച സൂചന. പക്ഷേ ഇതുവരെയും ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ല. ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് ഏതാണ്ട് ഇതിൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ കൃത്യമായി തയ്യാറായത്. ഇന്നലെ രാവിലെ മുതൽ മാരത്തോൺ മീറ്റിങ്ങുകളുണ്ടായിരുന്നു. ഇന്നാണ് ഈ മാലിന്യം ഇവിടെ നീക്കേണ്ട അവസാന ദിവസം. ദേശീയ ഹരിത ട്രിബ്യൂണൽ 3 ദിവസമാണ് കേരളത്തിന് ഈ മാലിന്യങ്ങൾ ഇവിടെ നിന്ന് എടുത്തു മാറ്റാൻ, സംസ്കരിക്കാൻ നൽകിയ സമയം. ആ സമയപരിധി വൈകിട്ടോടുകൂടി അവസാനിക്കും. അതിനു മുമ്പ് പൂർണ്ണമായും മാറ്റാൻ തന്നെയാണ് തീരുമാനം. ഇന്നലെ രാവിലെ മുതൽ നിരവധി യോഗങ്ങൾ ചേർന്നു. ആ യോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ തീരുമാനമായത്. തിരുവനന്തപുരം നഗരസഭയും അതുപോലെ ക്ലീൻ കേരള കമ്പനിയും 2 നോഡൽ ഏജൻസികളെയാണ് സർക്കാർ ഇതിനായി ചുമതലപ്പെടുത്തിയത്. അവരാണ് ഈ മാലിന്യങ്ങൾ മാറ്റേണ്ടത്. നഗരസഭയുടെ ഉദ്യോഗസ്ഥർ ജീവനക്കാർ സ്വാഭാവികം ഈ മാലിന്യങ്ങൾ ശേഖരിക്കും. ക്ലീൻ കേരളയുടെ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലുള്ള ഗോഡൌണുകളിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. വിവിധ തരം മാലിന്യങ്ങളുണ്ട്. മെഡിക്കൽ മാലിന്യങ്ങളും ഹോട്ടൽ മാലിന്യങ്ങളും ഉൾപ്പെടെയുള്ള പലതരം വസ്തുക്കളുണ്ട്. ചിലതൊക്കെ സാധാരണ രീതിയിൽ സംസ്കരിക്കാൻ കഴിയാത്തതാണ്. അവ IMAയുടെ ഇമേജ് പോലുള്ള പാലക്കാട്ടെ മെഡിക്കൽ വേസ്റ്റ് സംസ്കരണ കേന്ദ്രങ്ങളിലേക്ക്, ബയോമെഡിക്കൽ വേസ്റ്റ് സംസ്കരണ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകാനായിരിക്കും തീരുമാനം. ആദ്യം മാലിന്യങ്ങൾ ശേഖരിച്ച് കൃത്യമായി വേർതിരിക്കും. അതിനുശേഷമാകും ഇത് ഓരോ സ്ഥലത്ത് ഗോഡൌണിൽ എത്തിച്ച് സംസ്കരിക്കുക. ഏതായാലും വലിയൊരു നാണക്കേട്, വലിയൊരു മര്യാദകേട് തമിഴ്നാടിനോട് കേരളത്തിലെ ചില ആളുകൾ കാണിച്ചിരിക്കുന്നു. അതിനൊരു പരിഹാരം സർക്കാർ ഇപ്പോൾ കാണുകയാണ്. വലിയ നിയമപ്രശ്നങ്ങൾ കൂടി ഇതിന് പിന്നിലുണ്ട്. 2 പേർ തമിഴ്നാട്ടിൽ ഈ മാലിന്യം കൊണ്ട് ഇടാൻ സഹായിച്ച 2 പ്രദേശവാസികളുടെ വലിയൊരു പിന്തുണ ഇക്കാര്യത്തിൽ ഈ മാലിന്യങ്ങൾ തള്ളിയവർക്കുണ്ട്. അല്ലാതെ ഈ ഒരു പ്രദേശത്ത് എത്തിപ്പെടാൻ കഴിയാത്തൊരു സ്ഥലമാണ്. അത്ര എളുപ്പമൊന്നും ആർക്കും ഇങ്ങനെ ഒരു ഭൂപ്രദേശം ഉണ്ടെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഉള്ളിലോട്ടുള്ള ഒരു പ്രദേശമാണ്. ദേശീയപാത സമീപത്ത് നിന്ന് ബൈ റോഡ് കയറി വന്നാൽ പിന്നീടും ഏക്കർ കണക്കിന് സ്ഥലം ഇത്തരത്തിൽ പലയിടത്തും ഇവിടെയുണ്ട്. അത്തരമൊരു സ്ഥലത്താണ് ഇങ്ങനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അങ്ങനെ 2 പേരെ കഴിഞ്ഞ ദിവസം പുത്തുമല്ലി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അവരിപ്പോൾ റിമാൻഡിലാണ്. അതിനപ്പുറത്തെ ചില ആളുകളെ കൂടി, ഏജൻസിയിലെ ആളുകളെ കൂടി തമിഴ്നാട് പോലീസ് ഇന്നലെ ചോദ്യം ചെയ്തും കസ്റ്റഡി എടുത്താൽ നമുക്ക് സൂചനകളുണ്ട്. അതിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും സമയത്തിനകം തീർച്ചയായും അരുൺ, നമ്മൾ ഇന്നലെയാണ് അവിടേക്ക് അന്വേഷണ സംഘമായി ന്യൂസ് 18 അവിടെ എത്തിയത്. തിരുനെൽവേലിയിൽ എത്തി കൃത്യമായി നമ്മൾ ഇന്നലെ മുതൽ ഇതിൻ്റെ ഒരു ഭീകരത കാണിച്ചിട്ടുണ്ട്. ഇത് എത്രമാത്രം വസ്തുതാപരമായ കാര്യമാണെന്ന് നമ്മൾ കൃത്യമായി ഇന്നലെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അരുൺ നമ്മളെ സംഘവുമാണ് ഇന്നലെ അവിടെ എത്തിയത്. അതിൻ്റെ ഒരു ഭീകരത, ഈ മാലിന്യങ്ങൾ കൊണ്ട് തള്ളിയതും തമിഴ്നാട്ടിനോട് നമ്മൾ കാണിച്ചൊരു മര്യാദകേട് എന്ന് തന്നെ പറയേണ്ടി വരും. ആ മര്യാദകേടിന് ഒരു ഉത്തരം ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അരുൺ, പ്രധാനമായും നമുക്ക് നമ്മുടെ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും, മാലിന്യ കൂമ്പാരമാണ്, മാലിന്യ മലയാണ്, അത്രമാത്രം മാലിന്യങ്ങൾ അവിടെയുണ്ട്. അത് ഇന്ന് പ്രധാനമായും അവസാന ദിവസമാണ്. ഇന്നാണ് ലാസ്റ്റ് ദിവസം. ഇന്ന് തന്നെ അത് മാറ്റണമെന്നാണ് ഉത്തരവുള്ളത്. ഇത്രമാത്രം മാലിന്യം ഈ ഒരു ദിവസം കൊണ്ട് മാറ്റാൻ സാധിക്കുമോ അരുൺ? എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്?
സാധിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. കാരണം വലിയൊരു സംഘം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച 20 ഉദ്യോഗസ്ഥർ അവർ കൃത്യമായി ഇതിൻ്റെ ഒരു കോർഡിനേഷൻ നടത്തും. തിരുവനന്തപുരം സബ് കളക്ടർക്കാണ് ഇതിൻ്റെ കോർഡിനേഷൻ ഏകോപന ചുമതല. നഗരസഭയുടെ ജീവനക്കാരുണ്ട്, നഗരസഭയുടെ ഹെൽത്ത് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അദ്ദേഹം ഫീൽഡിൽ നിന്ന് കാര്യങ്ങൾ ഏകോപിപ്പിക്കും. മറ്റൊന്ന് ഈ നഗരസഭാ ജീവനക്കാരാണ്. നമ്മുടെ നഗരത്തിലെ മാലിന്യങ്ങളൊക്കെ നീക്കുന്ന ജീവനക്കാരുണ്ട്, അതിന് പരിശീലനം ലഭിച്ച ജീവനക്കാരുണ്ട്. അവരുടെ വലിയൊരു സംഘത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്. ക്ലീൻ കേരളയിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരുമുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ വലിയൊരു സംഘം, 5-6 പേരടങ്ങുന്ന സംഘം അവർ വരുന്നുണ്ട്. പാലക്കാട് ഈ മെഡിക്കൽ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന IMAയുടെ ഇമേജ് എന്ന സ്ഥാപനത്തിലെ വിദഗ്ധ സംഘം ഇന്ന് വരുന്ന ടീമിനൊപ്പം ഉണ്ടാകും. അത്തരത്തിൽ എല്ലാവിധ സംവിധാനങ്ങളും കൂടി യന്ത്രങ്ങളടക്കം ഒരുപക്ഷെ JCB അടക്കമുള്ള യന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നേക്കാം. അത്തരം യന്ത്രങ്ങളടക്കം കൊണ്ടുവന്ന് ഇത് മാറ്റും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ ഒരു കൃത്യമായ ഒരു ആക്ഷൻ പ്ലാൻ ഇതുവരെയും പുറത്തു വിട്ടിട്ടില്ല. ഇവിടെ വരുമ്പോൾ വിവരങ്ങൾ കൈമാറാമെന്നാണ് സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അവർ ഇന്നലെ രാത്രി വാഹനങ്ങളൊക്കെ അവിടെ നിന്ന് ഇന്നലെ രാത്രി തന്നെ തിരുവനന്തപുരത്ത് തിരിച്ചു വന്നു. പക്ഷേ നമ്മളിപ്പോഴുള്ള ഈ കല്ലൂർ മേഖലയിൽ അവർ ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല. ഇനിയും 5 സ്പോട്ടുകൾ കൂടിയുണ്ട്. അവിടെ എവിടെയെങ്കിലും ഈ സമയത്ത് എത്തിയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും അല്പസമയത്തിനകം എത്തുമെന്നാണ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത്. ഏതായാലും അധികം വൈകാതെ ഈ മാലിന്യ നീക്കം ആരംഭിക്കുമെന്ന് തന്നെ കരുതാം. നമുക്ക് ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി വേണമെങ്കിൽ ഒന്ന് കണ്ടുപോകാം. ഇത് വളരെ റിമോട്ടായുള്ള ഒരു ഏരിയയാണ്. തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ മധുരയിലേക്ക് വരുന്ന ആ ഹൈവേ, ചെന്നൈയിലേക്കും അവിടെ നിന്ന് ശ്രീനഗറിലേക്കുമുള്ള ദേശീയപാതയുടെ പ്രധാന ഭാഗം, അവിടെ നിന്ന് സബ് റോഡ് കയറി വന്നാൽ ഇത്തരത്തിൽ ഏക്കർ കണക്കിന് ഭൂമിയാണ്. ഒരുപക്ഷെ ഇവിടേക്ക് എത്തിപ്പെടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കൃത്യമായി ഇത്തരം സ്ഥലങ്ങളുണ്ട് എന്നറിയുന്ന നാട്ടുകാരുടെ സഹായം കൂടി വേണം. വളരെ നമുക്ക് ഇവിടുന്ന് മാറിയാൽ വളരെ മനോഹരമായ ഭൂപ്രദേശമെന്ന് തോന്നിക്കുന്ന ഒരു പ്രദേശമാണ്. ഇതിൻ്റെ എതിർവശത്ത് വലിയ പാടങ്ങളും കേരളത്തിലെ സമാനമായ പാടങ്ങളും മറ്റും എതിർവശത്തുണ്ട്. ഇവിടെയൊക്കെ സർക്കാരിൻ്റെ പല പ്രോജക്റ്റുകൾക്കായി ഭൂമി ഏറ്റെടുത്ത് ഇട്ടിട്ടുമുണ്ട്. അത്തരത്തിലൊരു സ്ഥലത്താണ് ഇങ്ങനെ വളരെയധികം തരിശുഭൂമി വളരെയധികമുള്ള ഒഴിഞ്ഞുകിടക്കുന്ന പ്രദേശങ്ങൾ ഏറെയുള്ള ഒരു മേഖലയാണ്. കേരളത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഭൂമി ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മാലിന്യ മാഫിയ ഒരുപക്ഷെ ഈ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ അവർ കൃത്യമായി ഇവിടേക്ക് എത്തണമെങ്കിൽ പോലും ഇവിടെയുള്ള ആരുടെയെങ്കിലും പിന്തുണയുണ്ട്. അങ്ങനെ പിന്തുണച്ച 2 പേരെയാണ് കഴിഞ്ഞ ദിവസം പുത്തുമല്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂടുതൽ ആളുകളുടെ അറസ്റ്റ് ഇന്നും നാളെയും ഒക്കെ ഉണ്ടാകുമെന്ന സൂചനകളുമുണ്ട്. മലയാളികളടക്കമുള്ളവർ ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ മാലിന്യം കൊണ്ടുവന്ന ഏജൻസി, അത് നഗരസഭയുടെ ജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നഗരസഭ അനുമതി നൽകിയിട്ടുള്ള ലൈസൻസ് നൽകിയിട്ടുള്ള ഏജൻസിയാണ്. അവർക്ക് ഈ മെഡിക്കൽ മാലിന്യങ്ങൾ കൊണ്ടുപോകാനുള്ള അനുമതിയും അവകാശവുമില്ല. അവരാണ് ഇത്തരത്തിൽ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് കൊള്ളലാഭത്തിന് വേണ്ടി ഇങ്ങനെ മെഡിക്കൽ മാലിന്യങ്ങൾ ഏറ്റെടുക്കുകയും അത് പരിസ്ഥിതിക്കുണ്ടാക്കുന്ന, ജനങ്ങൾക്കുണ്ടാക്കുന്ന, ഒരുപക്ഷെ നമ്മൾ ഇന്നലെ വരുമ്പോൾ കാണുന്ന ഇവിടെ മുഴുവൻ ഇപ്പോൾ കാക്കകളൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മുഴുവൻ കാലികളായിരുന്നു, പശുക്കളായിരുന്നു ഇവിടെ കൂടുതലുണ്ടായിരുന്നത്. അതൊക്കെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള ഈ മെഡിക്കൽ മാലിന്യങ്ങൾ തിന്ന് നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ധാരാളം പുല്ലൊക്കെയുള്ള മേഖലയാണ്. പക്ഷേ കാലികൾക്ക് എന്താണിതെന്ന് അറിയാതെ പൂർണ്ണമായും അവർ ഈ ഒരു മാലിന്യങ്ങൾ ഭക്ഷിച്ച് നടക്കുന്നൊരവസ്ഥയുണ്ട്. അത്തരത്തിൽ പ്രകൃതിക്കും കാലികൾക്കും മനുഷ്യർക്കുമൊക്കെ വലിയ രീതിയിൽ നാശമുണ്ടാക്കുന്ന ഒരു സംഭവമായി ഇത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കടുത്ത നടപടികൾ തമിഴ്നാട് സർക്കാർ സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. കേരള സർക്കാരും ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നഗരസഭ ഈ ഏജൻസിക്ക്, മാലിന്യം നീക്കുന്ന ഏജൻസിക്ക് 2 നോട്ടീസ് നൽകി കഴിഞ്ഞു. അവരുടെ ലൈസൻസ് റദ്ദ് ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം മേയറുമായി സംസാരിക്കുമ്പോൾ അവരും വ്യക്തമാക്കിയിരുന്നു. ഏതായാലും വലിയൊരു തെറ്റ് സംസ്ഥാനത്ത് ചില ആളുകൾ ചെയ്തു. അതെ, തീർച്ചയായും അരുൺ, പ്രധാനമായ ഒരു കാര്യം RCC അടക്കം, അതായത് ഈ മാലിന്യങ്ങൾ കൊണ്ട് തള്ളിയ വിഷയത്തിൽ നിന്ന്, ഉത്തരവാദിത്വത്തിൽ നിന്ന് RCC അടക്കം പിന്മാറിയത് അല്ലെങ്കിൽ കൈയൊഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. പിന്നാലെ ഇന്നലെ IMAയും കൈയൊഴിഞ്ഞ സാഹചര്യമാണ്. നമ്മൾ IMAയിലെ പലരുടെയും പ്രതികരണം തേടിയിരുന്നവരൊക്കെ ഇത് തങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്നുള്ളൊരു നിലപാടെടുത്ത സാഹചര്യം നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഈ സങ്കീർണമായ മാലിന്യങ്ങൾ അവിടെ കൊണ്ട് തള്ളിയത് ആര് എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. അതിലൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ അരുൺ? അരുണിലേക്ക് എത്താം. എന്തായാലും ഇന്നലെ തന്നെ ന്യൂസ് 18 സംഘം തിരുനെൽവേലിയിൽ എത്തിയിരുന്നു. അരുൺ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കണ്ടത് അത്രമാത്രം ദാരുണമായ കാഴ്ചയാണ്. മാലിന്യ കൂമ്പാരം എന്ന് തന്നെ പറയേണ്ട സാഹചര്യം. അരുൺ പറഞ്ഞതുപോലെ ഈ പശുക്കളടക്കമായിരുന്നു ഇന്നലെ അവിടെ ആ മാലിന്യങ്ങൾ ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. പ്രകൃതിക്കും കന്നുകാലികൾക്കും ഒക്കെ, മനുഷ്യനും ഒക്കെ ദോഷമായ സാഹചര്യം എന്ന് വേണമെങ്കിൽ പറയാം. അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഞാൻ പറഞ്ഞു വന്നത് ഇതായിരുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ RCC വിഷയത്തിൽ നിന്ന്, ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈയൊഴിഞ്ഞ് നമ്മൾ കണ്ടു. പിന്നാലെ IMAയും കൈയൊഴിഞ്ഞത് കണ്ടിരിക്കുന്നു.
അങ്ങനെയാണെങ്കിൽ പ്രധാനമായും ഈ അതുമാത്രമല്ല സുരക്ഷിതത്വത്തോടു കൂടിയാണ് ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് അല്ലെങ്കിൽ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതെന്നാണ് IMA പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ആരായിരിക്കും ഇതിന് പിന്നിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്? അക്കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ലല്ലോ അരുൺ, അല്ലേ? IMA RCC പറയുന്നത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം RCCയിലെ കവർ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് എഴുതിയ കവറിലാണ് പല മാലിന്യങ്ങളും ഇവിടെ കണ്ടെത്തിയത്. മാത്രമല്ല RCC മാത്രമല്ല, മറ്റു ലീല പല ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നു. കെഡൻസ് എന്ന തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലോ അവിടെ നിന്നുള്ള പൂർണ്ണമായും കൃത്യമായ എല്ലാ സംവിധാനങ്ങളോടും കൂടി തങ്ങളുടെ വേസ്റ്റ് മാനേജ്മെന്റ് പറയുമ്പോഴും അങ്ങനെയല്ല. അവിടെ നിന്നുള്ള മാലിന്യങ്ങളും പുറത്തേക്ക് പോകുന്നുണ്ട്. ഒരുപക്ഷെ അവിടെ കരാറെടുത്ത ആളുകളായിരിക്കാം. ആശുപത്രി മാലിന്യങ്ങൾ സ്വാഭാവികമായും ഇമേജ് IMAയുടെ പ്ലാന്റുകളിലേക്കൊക്കെയാണ് പോകേണ്ടത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് കുറച്ച് മാലിന്യങ്ങളെങ്കിലും ആരെങ്കിലും ഈ ലാഭക്കണ്ണുകളോടെയോ അല്ലെങ്കിൽ കച്ചവട കണ്ണുകളോടുകൂടിയോ ഇവിടെ നിന്ന് മാറ്റുന്നു എന്നുള്ളത് വസ്തുതയാണ്, വ്യക്തമാണത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇവിടെ ഈ രീതിയിൽ മാലിന്യങ്ങൾ ഇങ്ങനെ തള്ളേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ പരസ്പരം പഴിചാരുകയും ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്ന അപ്പുറത്തേക്ക് ഇവർക്കൊക്കെ കൃത്യമായ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ ഇപ്പോഴത്തെ ഈ അവകാശവാദങ്ങളും അല്ലെങ്കിൽ രക്ഷപ്പെട്ട പോകലുമൊന്നും ആ രീതി നിലനിൽക്കില്ല. RCCയിലെ ഉദ്യോഗസ്ഥരെയും കഴിഞ്ഞ ദിവസം തമിഴ്നാട് പോലീസ് ചോദ്യം ചെയ്യുന്നു. അവരുടെ മൊഴിയും എടുത്തിരുന്നു. മറ്റ് ആശുപത്രികളുടെയും മറ്റ് സംവിധാനങ്ങളിലേക്കും അന്വേഷണം പോകുമെന്ന് ഉറപ്പാണ്. ഏതായാലും ഇപ്പോൾ ഈ കേരള സർക്കാർ തന്നെ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു. സംസ്ഥാനത്തെ ആശുപത്രികളും അല്ലെങ്കിൽ ഹോട്ടൽ ഗ്രൂപ്പും ഒക്കെ ചെയ്ത തെറ്റാകാം എങ്കിൽ പോലും അവിടെ സംസ്ഥാന സർക്കാർ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു. സംസ്ഥാന സർക്കാരിനോടാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ മറുപടി തേടിയത്. സംസ്ഥാന സർക്കാരിനോടാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ 3 ദിവസത്തിനകം ഇത് മാറ്റണമെന്ന് പറഞ്ഞത്. ഒരു സ്വകാര്യ ഏജൻസി ചെയ്തതായാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്തതായാലും സംസ്ഥാന സർക്കാരാണ് ഇവിടെ മറുപടി പറയേണ്ടി വന്നത്. സംസ്ഥാന സർക്കാരാണ് ഇവിടെ തമിഴ്നാട് ജനതയ്ക്ക് മുന്നിൽ പോലും നാണം കെട്ടത് കേരള സംസ്ഥാനം മൊത്തത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് കടുത്ത നടപടികളിലേക്ക് സർക്കാരും പോകാൻ തന്നെയാണ് സാധ്യത. ഇത്തരത്തിൽ മാലിന്യങ്ങൾ തോന്നും പോലെ മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്ക്, അയൽ സംസ്ഥാനത്ത് ധാരാളം വിസ്തൃതിയുള്ള പ്രദേശമാണ്. അതുകൊണ്ട് അവിടെ വലിച്ചെറിഞ്ഞു പോവുക കഴിയുന്ന കാര്യമല്ല. മാത്രമല്ല നമ്മൾ ഇവിടെ വന്ന ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ ഇത് ഒരു വളരെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തട്ടിയിട്ട് പോയതല്ല. ഇവിടെ വലിയ കുഴികളെടുത്ത് നമ്മൾ ഇന്നലെയൊക്കെ ആ ദൃശ്യങ്ങൾ അങ്ങോട്ടേക്ക് പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്രയധികം അപകടകരമായ സാഹചര്യത്തിലാണ് മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത്. വലിയ രീതിയിൽ ഇവിടെ ഇങ്ങനെ ഇത്തരത്തിൽ കുഴിയെടുത്തും അതുപോലെ തന്നെ പലയിടത്തും ഈ മാലിന്യങ്ങൾ കത്തിച്ച് കളയാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ആ രീതിയിലൊക്കെ വളരെ ആസൂത്രിതമായ കൃത്യമായ സ്ഥലം തിരിച്ചറിഞ്ഞ് ആ രീതിയിൽ ഇവിടെ കൊണ്ടുവന്നിട്ടാൽ വേറൊരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് നമ്മൾ കണ്ടത് ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഔട്ട് ഹൗസിനോട് ചേർന്നുള്ള ഒരു ഭൂമിയിലാണ് കുറേ മാലിന്യങ്ങൾ, അതായത് അവിടെ ഗേറ്റ് അടക്കമുണ്ട്. ആ ഗേറ്റിൻ്റെ അകത്തു കയറി അവിടെ മാലിന്യം നിക്ഷേപിക്കണമെങ്കിൽ ഈ കൊണ്ടുവരുന്ന സംഘത്തിൻ്റെ ഈ പ്രദേശത്തുള്ള ഒരു സ്വാധീനമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ പുറമ്പോക്ക് ഭൂമിയാണ്, സർക്കാരിൻ്റെ പുറമ്പോക്ക് ഭൂമിയാണ്. ഈ ഭാഗത്തൊക്കെ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത് പുറമ്പോക്ക് ഭൂമിയാണ്, കല്ലൂരൊക്കെ. പക്ഷേ മറ്റു ചില സ്ഥലങ്ങളിൽ അങ്ങനെയല്ല. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ പോലും ഈ മാലിന്യങ്ങളുടെ വലിയൊരു കൂമ്പാരം കൊണ്ട് തള്ളാൻ ധൈര്യം കാണിച്ചവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ശക്തമായ നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അത്തരം നീക്കം തന്നെയാണ് സർക്കാർ നടത്തും. ചെറിയ ജലാശയങ്ങൾ ഇതിൻ്റെ ഭാഗമായി ചിലയിടങ്ങളിലുണ്ട്. അവിടെ പോലും ഈ മാലിന്യങ്ങൾ കൊണ്ട് തള്ളിയിരിക്കുന്നു. കാലികൾ അവിടെ വെള്ളം കുടിക്കുന്നു. ഈ മാലിന്യങ്ങൾ ഭക്ഷിച്ച് നടക്കുന്ന അവസ്ഥയെ നമ്മൾ ഇന്നലെയൊക്കെ കണ്ടിരുന്നു. തീർച്ചയായും. എന്തായാലും ഇന്ന് തന്നെ കേരളത്തിലെ ഉദ്യോഗസ്ഥ സംഘം 20 അംഗ സംഘം എത്തി ആ മാലിന്യങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നു മനസ്സിലാക്കുന്നു. ഇതുവരെ എന്തായാലും സംഘം അവിടെ എത്തിയിട്ടില്ല. ഉടൻ തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നെന്തായാലും പൂർണ്ണമായും മാലിന്യങ്ങൾ അവിടെ നിന്ന് മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ എന്തായാലും ആ സമയത്ത് കൃത്യമായി പ്രേക്ഷകരിലേക്ക് ആ വിവരങ്ങൾ എത്തിക്കുന്നതായിരിക്കും. തിരുനെൽവേലിയിൽ നിന്ന് ബേബി അരുൺ തുടരുന്നുണ്ട്. എന്തായാലും തിരുനെൽവേലിയിൽ ആശുപത്രി മാലിന്യങ്ങൾ കണ്ടെത്തിയ സംഭവത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈയൊഴിഞ്ഞ RCCക്ക് പിന്നാലെ IMAയും സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തി പാലക്കാട്ടെ പ്ലാന്റിലേക്കാണ് ബയോമെഡിക്കൽ വേസ്റ്റ് ഉൾപ്പെടെ എത്തിക്കുന്നത്. ഇടനിലക്കാർ വരുത്തിയ വീഴ്ചയ്ക്ക് ആശുപത്രികളും മെഡിക്കൽ അസോസിയേഷനും എന്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും IMA നാഷണൽ കോർഡിനേറ്റർ ഡോക്ടർ സുൽഫീനു ന്യൂസ് 18നോട് പ്രതികരിച്ചു. സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം ആശുപത്രികളിലെയും മെഡിക്കൽ ലാബുകളിലെയും ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ കീഴിലുള്ള ഇമേജ് എന്ന സംഘടനയുടെ പാലക്കാട് പ്ലാന്റിലേക്കാണ് എത്തുന്നത്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിനുൾപ്പെടെ നിരീക്ഷിക്കാൻ സംവിധാനമുള്ള QR കോഡുള്ള ക്യാരി ബാഗുകളിലാണ് ഇവ പ്ലാന്റിലേക്ക് എത്തിക്കുന്നതെന്നും IMA.
എന്നാൽ സങ്കീർണമായ ഈ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സുരക്ഷിതത്വത്തോടെയാണെന്ന് IMA വ്യക്തമാക്കുമ്പോഴും പിന്നെ എങ്ങനെ ഇത്രയധികം മാലിന്യങ്ങൾ തിരുനെൽവേലിയിൽ എത്തി എന്നതിൽ അവ്യക്തത തുടരുകയാണ്. 2 ജില്ലകൾക്ക് 1 എന്ന നിലയിൽ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ വേണമെന്നാണ് കേന്ദ്ര നിയമം. എന്നാൽ കൂടുതൽ പ്ലാന്റുകൾ വിവിധ ജില്ലകളിൽ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ജനരോഷം ഉയർന്നതോടെയാണ് നടപടികൾ അനിശ്ചിതത്വത്തിലായതെന്നും IMA നാഷണൽ കോർഡിനേറ്റർ ഡോക്ടർ സുൽഫി നുഹ് ന്യൂസ് 18നോട് വ്യക്തമാക്കി. ബയോമെഡിക്കൽ മാലിന്യ നീക്കത്തിന് അംഗീകൃത സംവിധാനങ്ങൾക്ക് പുറമെ സമാന്തര ഇടപാടുകൾ നടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ പരിശോധനകൾ തുടരുകയാണ്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. മാലിന്യ കൂമ്പാരത്താൽ വലയുകയാണ് വൈറ്റില പൊന്നുരുന്നി നിവാസികൾ. മലിനജലം ഒഴുകിപ്പോകാനുള്ള തോട് റെയിൽവേയുടെ പാലം താഴ്ത്തിയതോടെ അടഞ്ഞു. നിരന്തരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ തോട്ടിലെ മാലിന്യം നീക്കം ചെയ്താലും വൈകുന്നേരമാകുമ്പോഴേക്കും സ്ഥിതി പഴയപടി തന്നെ. ഒരൊറ്റ ദിവസം കൊണ്ട് നിറഞ്ഞ മാലിന്യമാണ് ഈ കാണുന്നത്. 3 ഡിവിഷനുകളിൽ നിന്നുള്ള മാലിന്യം വന്നടിയുന്നത് ഇവിടെയാണ്. പൊന്നുരുന്നി എസ്റ്റിലെ ജനങ്ങൾക്കാണ് ഈ ദുരവസ്ഥ. കക്കൂസ് മാലിന്യവും ഹോട്ടൽ മാലിന്യവും ഒക്കെയുണ്ട്. പ്രദേശത്തെ 100-ലധികം കുടുംബങ്ങളാണ് മാലിന്യ പ്രശ്നത്താൽ പൊറുതിമുട്ടി കഴിയുന്നത്. നടുക്കത്തെ പാലം പൊളിച്ച് പണിത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വേസ്റ്റ്, അത് ആ വേസ്റ്റൊക്കെ ശരിക്കും നോക്കി കഴിഞ്ഞാൽ വീടുകളിലെ വേസ്റ്റ് അല്ല, ഹോട്ടലിലെ വേസ്റ്റാണ്. നമ്മളുടെ ഡിവിഷനിൽ 1-2 ഹോട്ടലുകൾ ഇതിലേക്ക് വന്നിട്ട് ഞങ്ങൾ തന്നെ നാട്ടുകാർ തന്നെ ഇടപെട്ട് ആ പൈപ്പുകൾ ക്ലോസ് ചെയ്യുകയും ഹോട്ടൽ പൂട്ടിച്ചിട്ട് തന്നെ സമരം ചെയ്ത് ഹോട്ടൽ പൂട്ടിച്ചിട്ട് ആ പൈപ്പുകൾ ക്ലോസ് ചെയ്തിട്ട് ഹെൽത്തിൽ നിന്ന് ആൾ വന്നിട്ട് വീണ്ടും ലൈസൻസ് കൊടുത്തൊക്കെ തുറന്നത്. റെയിൽവേ ആണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി നിവേദനങ്ങൾ MP-ക്കും MLA-ക്കും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. റെയിൽവേയുടെ പാലം അല്പമൊന്ന് ഉയർത്തിയാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂവെന്നും നാട്ടുകാർ പറയുന്നു. ഈ റെയിൽവേയുടേതാണ്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റമാണ്, അത് MP പരിഹരിക്കേണ്ട വിഷയമാണത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ഇപ്പോൾ പ്രാദേശിക ഭരണാധികാരികൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലത്. അത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ വിചാരിച്ചിട്ട് അതിൻ്റെ വികസന പ്രവർത്തനത്തോടെ ഭാഗമായിട്ട് ഇത് പൊളിച്ചു മാറ്റി വെള്ളക്കെട്ട് പരിഹരിക്കുക. ഇനിയൊരു ആമയഴിഞ്ചാൻ തോട് ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിലും അതെല്ലാം വിഫലമാകുകയാണ്. മാലിന്യ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി രാത്രികാലങ്ങളിൽ നാട്ടുകാരുടെ തന്നെ നേതൃത്വത്തിൽ വിവിധ സ്ക്വാഡുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്തി നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ സ്ഥായിയായ പരിഹാരത്തിന് റെയിൽവേയുടെ ഇടപെടലാണ് വേണ്ടത്. ന്യൂസ് 18, കൊച്ചി. തിരിച്ചെത്താം മറ്റ് പ്രധാന വാർത്തയിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തയിലേക്ക്. അയ്യനെ കാണാൻ തീർത്ഥാടക പ്രവാഹം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുകയാണ്. ഇന്നലെ 85,000-ലധികം തീർത്ഥാടകരാണ് സന്നിധാനത്ത് ദർശനത്തിനെത്തിയത്. ഇന്ന് രാവിലെ 6 മണി വരെ 23,651 പേർ മല കയറി. ജി ശ്രീജിത്ത് സന്നിധാനത്തുണ്ട്. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശ്രീജിത്ത് സന്നിധാനത്ത് തന്നെയാണ്. ഭക്തിസാന്ദ്രമാണ് സന്നിധാനം. തിരക്കിങ്ങനെ ഓരോ ദിവസവും കൂടുന്ന സാഹചര്യം. എന്തായാലും ആറന്മുളയിൽ നിന്ന് തങ്കയങ്കി പുറപ്പെടുകയും ചെയ്തു. ഇനി മണ്ഡലകാലം പൂർത്തിയാവാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമല്ലേ? തീർച്ചയായും വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. തങ്കയങ്കി ഘോഷയാത്ര മറ്റന്നാൾ 25-നാണ് സന്നിധാനത്ത് എത്തിച്ചേരുക. അന്ന് വൈകുന്നേരത്തെ ദീപാരാധന, തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയായിരിക്കും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണുള്ളത്. എന്തായാലും ഇതിനോടനുബന്ധിച്ച് ഈ സീസൺ മണ്ഡലകാലം തീരാൻ ബാക്കി നിൽക്കെ വലിയ തിരക്ക് തന്നെ ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 3-4 ദിവസങ്ങളായി കാണാൻ സാധിക്കുന്നത്. ഇന്നലെയും ഏതാണ്ട് 85,000-ൽ പരം ഭക്തർ സന്നിധാനത്ത് ദർശനത്തിനെത്തുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. ഇന്നും സമാനമായ രീതിയിൽ രാവിലെ നല്ല തിരക്കുണ്ട്. 7 മണി വരെ 27,000-ലധികം ഭക്തർ സന്നിധാനത്ത് ദർശനത്തിനെത്തി എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. രാവിലെ നല്ല തിരക്ക് ഈ ഫ്ലൈ ഓവറിലടക്കം നമുക്ക് കാണാൻ സാധിക്കും. ഉഷപൂജയുടെ ഭാഗമായുള്ള ശീവേലി കഴിഞ്ഞ് തന്ത്രി, മേൽശാന്തി ഉൾപ്പെടെയുള്ളവർ അല്പസമയം മുമ്പ് തിരുനടയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. എന്തായാലും തിരക്ക് തുടരും എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് 25, 26 തീയതികളിൽ ഒരു നിയന്ത്രണമൊക്കെ കൊണ്ടുവന്നുകൊണ്ട്, അതായത് ഭക്തർ ഒരുപാട് തിങ്ങിക്കേറി വന്നാൽ ഇവിടെ ഒരു ദർശനത്തിന്, അതായത് ഇവിടെ ഒരു അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയുള്ള ക്രമീകരണം കൂടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്
25-ന് 26-നും അങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ശബരിമല സന്നിധാനം ഉള്ളത്. വരുന്ന 2 ദിവസങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തിയ ശേഷം തങ്കയങ്കി ശബരിമല സന്നിധാനത്തേക്ക് എത്തും. എന്തായാലും ഇപ്പോൾ നട തുറന്നുകൊണ്ട് മേൽശാന്തി ഉൾപ്പെടെയുള്ളവർ തിരുനടയിലേക്ക് കയറുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഭക്തിസാന്ദ്രമാണ്. ശരണം വിളികളുമായി ഭക്തർ ഈ പൂജയ്ക്കായി, ഈ ഉഷപൂജയ്ക്കായുള്ള കാത്തിരിപ്പിലാണ്. തീർച്ചയായും ശ്രീജിത്ത്, ഇനിയിപ്പോൾ ഇതാ വെക്കേഷൻ സമയമാണ്, ക്രിസ്മസ് അവധിയൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് കുട്ടികളുമൊക്കെ ശബരിമലയിലേക്ക് എത്തുന്ന ഒരു സമയമായിരിക്കും. തിരക്ക് കൂടാനേ സാധ്യതയുള്ളൂ അല്ലേ? പ്രത്യേകിച്ചും മണ്ഡലകാലം അവസാനിക്കാൻ പോകുന്നു, അവധിക്കാലം വന്നിരിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഈ അച്ഛന്മാരും മക്കളുമൊക്കെ കൂടുതലായിട്ട് സ്വാമിമാർ ശബരിമലയിലേക്ക് എത്തുന്ന ഒരു ദിവസങ്ങളായിരിക്കുമല്ലേ? പ്രത്യേകിച്ചും ഇന്നൊക്കെ ഞായറാഴ്ച കൂടിയാണ്. അപ്പോൾ അവധി ദിവസങ്ങളിൽ തിരക്ക് കൂടുമോ? അവധി ദിവസങ്ങളിൽ തിരക്ക് കുറവാണ് എന്നുള്ളതാണ്. അതായത് ശബരിമലയിലെ തിരക്കിൽ ഏറ്റവും കുറവ് തിരക്കുൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അവധി ദിവസം, അതായത് ഞായറാഴ്ചയാണ്. വെള്ളിയാഴ്ചയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടാറുള്ളത്. നോക്കിക്കഴിഞ്ഞാൽ ശനിയാഴ്ച അല്പം കൂടി തിരക്കുണ്ടാകും, ഞായറാഴ്ച അത്രത്തോളം തിരക്കുണ്ടാവില്ല. ഒരു 60, 65,000, 70,000 തിരക്ക് ഒതുങ്ങുന്ന കാഴ്ചയാണ് ഇവിടെ കാണാറുള്ളത്. എന്തായാലും അത് തന്നെ ആയിരിക്കും ഇത്തവണയും ഉണ്ടാകുക എന്ന് തന്നെ, ഇന്നും ഉണ്ടാകുക എന്ന് പ്രതീക്ഷിക്കേണ്ടി വരും. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്മസ് അവധി, അത് കഴിഞ്ഞ 2-3 ദിവസമായി അവധിയുടെ ഭാഗമായുള്ള തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ശബരിമല സന്നിധാനത്തേക്ക് ഭക്തർ എത്തുന്നുമുണ്ട്. എന്തായാലും വലിയ തിരക്ക് ഇന്ന് ഒരുപക്ഷെ ഈ അവസാന ദിവസങ്ങളായതുകൊണ്ട് തന്നെ വലിയ തിരക്ക് വീണ്ടും പ്രതീക്ഷിക്കേണ്ടി വരും. എന്തായാലും ഉഷപൂജയ്ക്ക് വേണ്ടി ഉള്ള നടയടച്ചു വേണ്ടിയുള്ള പ്രാർത്ഥനയുള്ളത്. അതുകൊണ്ട് തന്നെ ഭക്തർക്ക് ഇപ്പോൾ ദർശനം, ഇനിയിപ്പോ നട തുറന്നിട്ടുള്ള ദർശനമാണ് വളരെ പ്രധാനപ്പെട്ടത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഈ ശബരിമല സന്നിധാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും 2-3-4 ദിവസം മാത്രമേ ഉള്ളൂ മണ്ഡല പൂജയ്ക്ക് ബാക്കി. അതുകൊണ്ട് തന്നെ അതിന്റേതായ ഒരു തിരക്ക് ഈ സന്നിധാനത്ത് ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. ഇന്ന് പുലർച്ചെ മുൻ പ്രതിപക്ഷ നേതാവും ഹരിപ്പാട് MLA-മായ രമേശ് ചെന്നിത്തല ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തിയിരുന്നു. ഇന്നലെ KC വേണുഗോപാൽ വൈകുന്നേരം ദീപാരാധനയ്ക്ക് ദർശനത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഓരോ നേതാക്കളും, ഇന്നലെ രാവിലെ V മുരളീധരൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ശബരിമലയിൽ സ്ഥിരമായി എത്തുന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെയും ഈ അവസാന ഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത. എന്തായാലും വലിയ തിരക്കിലേക്ക് സന്നിധാനം അമരുകയാണ്. ഈ സീസൺ തുടങ്ങിയ ശേഷമുള്ള ഞായറാഴ്ചകളിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഈ പറഞ്ഞതുപോലെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയതോടെ ഒരുപക്ഷെ തിരക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇന്നലത്തെ തിരക്കിന് അത്രയെങ്കിലും എത്തും എന്ന് പ്രതീക്ഷിക്കേണ്ടി വരും. ഭവ്യ. ശ്രീജിത്ത്, ഈ മണ്ഡലകാലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം അധികം സർക്കാരും അധികൃതരും ഒന്നും വലിയ പഴി കേൾക്കാതെ പോയൊരു മണ്ഡലകാലം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു, വലിയ പരാതികളൊന്നും ഭക്തരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല അല്ലേ? അത്തരത്തിലൊരു മണ്ഡലകാലം കൂടിയാണ് കടന്നു പോകുന്നത്. അതും കൂടി നമ്മൾ എടുത്തു പറയണമെന്ന് തോന്നുന്നു അല്ലേ ശ്രീജിത്ത്? ഭവ്യ, തീർച്ചയായും അത് തന്നെയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ അങ്ങനെ ഒരുക്കി, അങ്ങനെ വലിയ തിരക്കില്ലാതെ ഒരുക്കി ഒരു മണ്ഡലകാലം പൂർത്തിയാക്കാൻ കഴിയുന്നു എന്നുള്ളത് ഇവിടെ ചുമതലയിലുള്ള പല ഉദ്യോഗസ്ഥരുടെയും പ്രതികരണങ്ങളടക്കം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതാണ്. അവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന കൃത്യമായ ഏകോപനത്തിന്റെ കാര്യമാണ്, മുന്നൊരുക്കത്തിന്റെ കാര്യമാണ്. ഈ 2 കാര്യങ്ങൾ ശബരിമലയിൽ വളരെ പ്രധാനപ്പെട്ടതായി മാറി. എന്തായാലും ഒരു കാര്യം ഉള്ളത്, ഇങ്ങനെയൊക്കെയും വലിയ തിരക്കില്ലാതെ, അതായത് തിരക്കുണ്ട്, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് ഇങ്ങനെ ഒരു കാനന ക്ഷേത്രത്തിൽ ഇത്രയധികം ഭക്തർ ഒഴുകിയെത്തുന്ന ഒരു സ്ഥലത്തുണ്ടാകുന്ന സ്വാഭാവിക തിരക്ക്, അത് ഭക്തർക്ക് മനസ്സിലാകാൻ കഴിയുന്ന തിരക്കാണ്. പക്ഷെ കഴിഞ്ഞ സീസണിലൊക്കെ ഉണ്ടായത് ഭക്തർ, പതിവായി എത്തുന്ന ഭക്തർ കാണാത്ത പല കാഴ്ചകൾ, കാണാത്ത പല നിയന്ത്രണങ്ങളൊക്കെ വന്നതാണ് കഴിഞ്ഞ തവണയൊക്കെ കുറച്ച് പ്രശ്നമായി മാറുന്ന സാഹചര്യം വന്നത്. എന്തായാലും ഇത്തവണ അങ്ങനെയില്ല, അത് തന്നെ വലിയ ആശ്വാസം. നട തുറന്നിരിക്കുന്നു, അതാണ് വലിയ ശരണം വിളികളോടുകൂടി ഭക്തർ നട തുറന്ന് അയ്യപ്പനെ ദർശിക്കുന്ന കാഴ്ചയാണ് ശബരിമല സന്നിധാനത്ത് ഉള്ളത്. ഭക്തിസാന്ദ്രമാണ് ഇവിടുത്തെ ഓരോ നിമിഷവും. അത്രയും കഷ്ടപ്പെട്ട് മല കയറി, പലരും കാനനപാത വഴി മല കയറിയൊക്കെ എത്തുന്ന ഭക്തരെ സംബന്ധിച്ച് ഈ നിമിഷം വളരെ പ്രധാനപ്പെട്ടതാണ്.
തീർച്ചയായും ജി ശ്രീജിത്താണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ഭക്തിസാന്ദ്രമാണ് സന്നിധാനം. ഇനി കുറച്ച് ദിവസങ്ങൾ, ഇന്ന് 37ാം ദിവസമാണ് മണ്ഡലകാലം തുടങ്ങിയിട്ട്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ മണ്ഡല കാലം പൂർണ്ണമാകാൻ. ഓരോ അയ്യപ്പ ഭക്തനും വ്രതശുദ്ധിയോടുകൂടി മല കയറുന്ന പുണ്യ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശശിനാരായണൻ, എന്തായാലും അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കിയുള്ള ഘോഷയാത്ര പുറപ്പെട്ടിരിക്കുകയാണ് ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും. ഇപ്പോൾ ഈ തങ്കയങ്കി എവിടെയെത്തി? വലിയ സുരക്ഷാ മാനദണ്ഡങ്ങളോട് കൂടി തന്നെ ആയിരിക്കും അല്ലേ തങ്കയങ്കി ഘോഷയാത്ര മുന്നോട്ട് പോകുന്നത് അല്ലേ? ഭവ്യ, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ 7 മണിയോടുകൂടി തന്നെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തങ്കയങ്കി രഥഘോഷയാത്ര പുറപ്പെട്ടിരിക്കുന്നു. ഘോഷയാത്രയെ അനുഗമിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ, ജീവനക്കാര്, മറ്റു ജനങ്ങൾ, അങ്ങനെ ഈ രഥഘോഷയാത്രയെ അനുഗമിച്ച ആളുകൾ ഇതോടൊപ്പം തന്നെ ഉണ്ട്. എന്തായാലും ആദ്യ സ്വീകരണം ഓർത്തിട്ട ഗണപതി ക്ഷേത്രത്തിലായിരുന്നു. അതിനുശേഷം പുന്നത്തോട്ടം ദേവീക്ഷേത്രം, ചുവട്ടുകുളം മഹാഗണപതി ക്ഷേത്രം, അങ്ങനെ 72 കേന്ദ്രങ്ങളിൽ ഈ തങ്കയങ്കി രഥഘോഷയാത്രയ്ക്ക് ഉണ്ട്. 4 ദിവസം കൊണ്ടാണ് തങ്കയങ്കി രഥഘോഷയാത്ര ഈ സന്നിധാനത്ത് എത്തിച്ചേരുന്നത്. ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിൽ ചെറുതും വലുതുമായ സ്വീകരണങ്ങൾ വഴികളിൽ തങ്കയങ്കി കടന്നു വരുന്ന പാതയോരങ്ങളിലൊക്കെ ഭക്തർ ക്രമീകരിച്ചിട്ടുണ്ട്. ആ തങ്കയങ്കിയുടെ ദർശനം നടത്തി പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും മണ്ഡലകാലത്തിന് തങ്കയങ്കി മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് തങ്കയങ്കി രഥഘോഷ വലിയ ആഘോഷപൂർവ്വമാണ് ഇപ്രാവശ്യവും നടത്തുന്നത്. കഴിഞ്ഞ 2 വർഷമൊക്കെ മുൻ വർഷങ്ങളിലൊക്കെയാണ് കോവിഡ് കാലത്തൊക്കെ വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടായെങ്കിലും ഇപ്പോൾ വലിയൊരു ഭക്തജന ഒഴുക്ക് ഈ തങ്കയങ്കി രഥഘോഷയാത്രയ്ക്ക് ഒപ്പമുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ആദ്യം ഇന്നത്തെ ദിവസം, ആദ്യത്തെ ദിവസം തങ്കയങ്കി ഓമല്ലൂർ രക്തകണ്ഠ സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. വൈകിട്ടോടുകൂടിയാണ് ഇവിടെ വിശ്രമം. അതിനുശേഷം രാവിലെ പുറപ്പെട്ടാൽ ഊന്നി മുരുകവേള ക്ഷേത്രത്തിലാണ് 2ാം ദിവസത്തെ വിശ്രമം. 3ാം ദിവസം പെരുന്നാട് മഹാദേവക്ഷേത്രത്തിലും ശാസ്താക്ഷേത്രത്തിലും എത്തിച്ചേരും. അവിടെ നിന്നാണ് പമ്പയിൽ എത്തിച്ചേരുന്നത്. നാളെ 4ാം ദിവസം ഈ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള പ്രയാണം ആരംഭിക്കും. സരംകുത്തിയിൽ വെച്ച് തങ്കയങ്കി രഥഘോഷയാത്രയെ തങ്കയങ്കിയെ ഒപ്പം ഈ ദേവസ്വം ബോർഡ് ജീവനക്കാരും അതുകൊണ്ട് തന്നെ ഭക്തരും സ്വീകരിച്ച് സന്നിധാനത്തെത്തിക്കും. സന്നിധാനത്തിൽ 18ാം പടിയുടെ മുകളിൽ വെച്ച് തന്ത്രിയും മേൽശാന്തിയും തങ്കയങ്കി ഏറ്റുവാങ്ങിയാണ് ദീപാരാധന നടത്തുക. അതോടുകൂടി മണ്ഡലകാലത്തിന്റെ അവസാന ദീപാരാധനയായ വൈകിട്ട് നടക്കും. അതിനുശേഷം പിറ്റേ ദിവസം 26-നാണ് മണ്ഡല പൂജ നടക്കും. മണ്ഡല പൂജയോടുകൂടി തന്നെ 41 ദിവസത്തെ ഗൃഹാനുഷ്ഠാനങ്ങളോട് കൂടിയുള്ള ശബരിമലയുടെ മണ്ഡലകാല പൂജകൾ അവസാനിക്കും. അതിനുശേഷം മകരവിളക്ക് പൂജയാണ് പിന്നീട് നടക്കുക. അങ്ങനെ മകരവിളക്കുള്ള ക്രമീകരണങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകും. വലിയ തിരക്കും ഈ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടെങ്കിലും അതെല്ലാം ക്രമീകരിച്ച് കുറ്റപ്പെട്ട രീതിയിൽ ദേവസ്വം ബോർഡ് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി നടത്തും എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. പരാതികൾ രഹിതമായ ഒരു തീർത്ഥാടന കാലം കൂടിയാണ് കടന്നു പോകുന്നത്. ഈ 2 ദിവസം ഇന്നലെയും ഈ തങ്കയങ്കി രഥഘോഷയാത്ര കടന്നു വന്ന സാഹചര്യത്തിൽ ക്രമീകരണങ്ങളെല്ലാം ഓരോ മേഖലകളിലും കൃത്യമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പരാതിരഹിതമായി തീർത്ഥാടനം പൂർത്തിയാക്കുക എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് മണ്ഡലകാലത്തിന് ഈ മണ്ഡല പൂജയോട് കൂടി അവസാനമാകും. പിന്നീട് മകരവിളക്ക് തീർത്ഥാടനത്തിലുള്ള ഒരുക്കങ്ങളാണ് ക്രമീകരിക്കുക. 2 ദിവസവും ദർശിച്ച കുട്ടികളൊക്കെ പരമാവധി തീർത്ഥാടകർ ദർശനം നടത്താൻ അവരെല്ലാം കൃത്യമായി ഈ പരമ്പരാഗത പാതയിൽ ഇരുന്ന് തീർത്ഥാടകർ അടക്കമുള്ള കൃത്യമായി ദർശനം നടത്തി മടങ്ങണമെന്നുള്ള നിർദ്ദേശം കൂടി കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. അത്തരത്തിൽ ക്രമീകരണം നടത്തിയാണ് ഈ ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷം തങ്കയങ്കി രഥഘോഷയാത്ര കടന്നു പോകുന്നത്. ചെറുതും വലുതുമായ ക്ഷേത്രങ്ങളിലും ചില ആളുകൾ ക്രമീകരിച്ചുള്ള ചില സ്വീകരണ സ്ഥലങ്ങളിലൊക്കെ തങ്കയങ്കി ആളുകൾക്ക് ദർശിക്കാനുള്ള അവസരം ഉണ്ടാക്കും. ഈ ചിത്രത്തിൽ ബാലരാമ വർമ്മയാണ് തങ്കയങ്കി ശബരിമല അയ്യപ്പൻ എന്ന് അടക്കി വെച്ചിട്ടുള്ളത്. 450 ഗ്രാം തൂക്കമുള്ള തങ്കയങ്കി ശരി, വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ പങ്കുവെച്ചത്. എന്തായാലും പത്തനംതിട്ടയിൽ നിന്ന് ഭഗവാന് ചാർത്താനുള്ള അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യരും മൃഗങ്ങളും ചേർന്നു പോകുന്ന അപൂർവ കേന്ദ്രം കൂടിയാണ് കാനനക്ഷേത്രമായ ശബരിമല. തീർത്ഥാടന കാലത്തെ മനുഷ്യരുടെ തിരക്കിനിടയിൽ അകലെയല്ലാതെ മൃഗങ്ങളെയും കാണാം. കരിങ്കുരങ്ങുകളുടെ പ്രധാന ആവാസസ്ഥാനമായ സന്നിധാനത്തെ കൗതുകം നിറഞ്ഞ കാഴ്ചയിലേക്ക്. ഇവരുടെ കണ്ണിലെ തീരാത്ത കൗതുകമാണ് ക്യാമറ തിരഞ്ഞത്. കൗതുകമോ അതോ ഭയമോ? മനുഷ്യരെ കാണുമ്പോൾ ഇവർ ഇമചിമ്മാതെ നോക്കുകയാണ്. കണ്ണിൽ തീരില്ല കാഴ്ചകൾ. മനുഷ്യരിത്ര സ്നേഹിക്കുമോ എന്ന് തോന്നിപ്പിക്കുന്നു. അങ്ങനെ ഒരു ആർദ്രത ഈ സ്നേഹത്തിലുണ്ട്.
മരഞ്ചാട്ടത്തിന് പേര് കേട്ടവർ ഈ ചാട്ടങ്ങൾ എങ്ങനെ പിഴയ്ക്കാതിരിക്കുന്നു? എത്ര ചാട്ടം നോക്കി നിന്നാലും ആ സംശയം തീരില്ല. കൃത്യതയാണത്. ഭക്ഷണം കിട്ടിയാൽ പിന്നെ കണ്ണ് കാണില്ല. തളിരിലകളൊന്നും ബാക്കി വെക്കില്ല. മൃഗങ്ങൾ മനുഷ്യന്റെ ശേഷിപ്പുകളുടെ ഇരകളാകുന്ന കാഴ്ചയും ക്യാമറ കണ്ടു. ബന്ധങ്ങളിൽ മാതൃസ്നേഹത്തോളം വരുമോ മറ്റെന്തെങ്കിലും? ഈ കരുതൽ കാഴ്ച അങ്ങനെ തോന്നിപ്പിക്കും. വികൃതിയിൽ ഇവർ മനുഷ്യരെ തോൽപ്പിക്കും. മല്ലന്മാരാകും, സൗഹൃദം കൈവിടാതെ. അടിപിടിയിൽ കേമന്മാരെന്ന് തോന്നിപ്പിക്കുന്ന ഇവരുടെ അടുത്ത കേമത്തം തൊട്ടു പിന്നാലെ കണ്ടു. 2 നാടൻ കുരങ്ങുകൾ എത്തിയപ്പോൾ ജീവനും കൊണ്ടുള്ള ഓട്ടം, അതും കൂട്ടത്തോടെ. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. അരുൺ പാലോട് പകർത്തിയ ചിത്രങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. അതിൽ പറയുന്നത് പോലെ തന്നെ ഈ കാനന ക്ഷേത്രം കൂടിയാണ് ശബരിമല. അവിടെ മനുഷ്യർ മാത്രമല്ല, അവിടെ ഒരുപാട് മൃഗങ്ങൾ കൂടിയുണ്ട്. ആ മൃഗങ്ങളുടെ സന്തോഷവും ഒക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് അങ്ങനെ തന്നെ നിലനിൽക്കണമെങ്കിൽ ആ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ തന്നെ അവിടേക്ക് എത്തുന്ന ഭക്തരും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ മാലിന്യങ്ങളൊക്കെ വലിച്ചെറിയുക, പ്ലാസ്റ്റിക് ഒക്കെ വലിച്ചെറിയുക, അതൊക്കെ ബാധിക്കുന്നത് ഈ നമ്മൾ സാധാരണക്കാരായ മനുഷ്യർ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തർ ഈ 41 ദിവസത്തിൽ മാത്രമേ ശബരിമലയിലേക്ക് പോകുന്നുള്ളൂ. അവിടെ താമസിക്കുന്ന അവിടെ അത് കാനന ക്ഷേത്രം അതേപോലെ നിലനിർത്തി പോരുന്നതിൽ അവിടെയുള്ള പ്രകൃതിക്കും അവിടുത്തെ മൃഗങ്ങൾക്കുമൊക്കെ വലിയൊരു പങ്കുണ്ട്. അപ്പോൾ അവരെയും അതേപോലെ നിലനിർത്തേണ്ടത് നമ്മുടെയും കൂടി ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിൽ സുരക്ഷിതമായി പോവുക, മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുകയൊക്കെ നമ്മളും കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ശബരിമല, നമ്മുടെ കാനന ക്ഷേത്രം അതേ ഭംഗിയോടുകൂടി, അതേ പ്രകൃതി ഭംഗിയോടുകൂടി നിലനിൽക്കുകയുള്ളൂ. എന്തായാലും നല്ലൊരു റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ മറ്റു വാർത്തകളിലേക്കാണ് പോകുന്നത്. എറണാകുളം തമ്മനത്ത് പൊട്ടിയ ജലവിതരണ പൈപ്പ് പുനഃസ്ഥാപിക്കുന്നു. അറ്റകുറ്റപ്പണികൾ അവസാന ഘട്ടത്തിലാണ്. പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് ജലവിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പൈപ്പ് പൊട്ടിയ ഭാഗത്ത് വലിയ ഗർത്തം രൂപപ്പെട്ടതിനെ തുടർന്ന് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. നവമി ദിനേശ് നൽകും കൂടുതൽ വിവരങ്ങൾ. നവമി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ പൊട്ടിയ ജലവിതരണ പൈപ്പ് പുനഃസ്ഥാപിക്കുകയാണ്. ഏത് ഘട്ടത്തിലെത്തി പ്രവൃത്തികളൊക്കെ? വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് തമ്മനം പമ്പ് ഹൗസിൽ നിന്നും വരുന്ന ഈ പൈപ്പിൽ നിന്നും കടവന്ത്ര ഭാഗത്തേക്കും കലൂർ ഭാഗത്തേക്ക് വൈറ്റില ഭാഗത്തേക്ക് പോകുന്ന പൈപ്പ് പൊട്ടുകയും ഇവിടേക്ക് വെള്ളം പൂർണ്ണമായും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ ഈ അറ്റകുറ്റപ്പണികൾ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ ഈ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിരുന്നു. പുലരുവോളം രാത്രിയോളം ഒക്കെ ഈ പമ്പ് ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ വലിയൊരു ഗർത്തം, ഈ പമ്പ് പൊട്ടി വെള്ളം അധികം ഫോഴ്സിൽ പുറത്തേക്ക് വന്നതുകൊണ്ട് തന്നെ റോഡിൽ ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടു. ആ ഗർത്തം രൂപപ്പെട്ടതുകൊണ്ട് തന്നെ അവിടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഈ പമ്പ് പൂർണ്ണമായും വീണ്ടും ആദ്യം ഒരു ട്രയൽ പണി പൂർത്തിയാക്കിയ ശേഷം ഒരു ട്രയൽ നടത്തും. അതിൽ കൂടി വെള്ളം പുറത്തേക്ക് പോകില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും വീണ്ടും കുടിവെള്ളം പുനഃസ്ഥാപിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോഴും അവിടെ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പൈപ്പ് പൊട്ടിയത്. അതുവരെ ഈ പൈപ്പ് പൊട്ടിയതിനു ശേഷം പൂർണ്ണമായും വെള്ളം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ആ ടാങ്കുകളിൽ അവശേഷിക്കുന്ന വെള്ളമാണ് ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് അവധി ദിവസമാണ്. അപ്പോൾ ആളുകളെല്ലാം വീട്ടിലുള്ള ദിവസം കൂടിയാണ്. അതുകൊണ്ട് ഇന്ന് വെള്ളത്തിന് ഏറെ അത്യാവശ്യമുണ്ട്. എന്തായാലും ഇന്ന് തന്നെ അത് ഒരു 10 മണിക്ക് മുൻപ് തന്നെ കുടിവെള്ളം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് അധികൃതരും വ്യക്തമാക്കുന്നത്.
ഈ പഴയ ഒരു പൈപ്പാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഒരു 7ാമത്തെ പ്രാവശ്യമാണ് ഈ തമ്മനം ഭാഗത്തെയൊക്കെ പൈപ്പ് ഇങ്ങനെ അടിക്കടി പൊട്ടുന്നത്. പഴയ പൈപ്പാണ്, ഇത് മാറ്റി സ്ഥാപിക്കണമെന്ന് നാട്ടുകാരും ഒപ്പം പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷെ ഇതുവരേക്കും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നില്ല. ഈ പൈപ്പ് മാറ്റുന്നതിലുള്ള ചില തടസ്സങ്ങൾ, അതായത് ഇങ്ങനെ പൈപ്പ് പൂർണ്ണമായി മാറ്റിക്കഴിഞ്ഞാൽ അത്രയും നാളും മാസങ്ങളോളം ഇതിന്റെ പണി നടക്കേണ്ടി വരും. ആ സമയത്തൊക്കെ ആ നാട്ടുകാർക്ക് എങ്ങനെ വെള്ളം കൊടുക്കും? അങ്ങനെ പല അനിശ്ചിതത്വങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പൈപ്പ് ഉടനടി മാറ്റി സ്ഥാപിക്കാൻ കഴിയാത്തതെന്നാണ് അധികൃതർ പറയുന്ന വിശദീകരണം. എന്തായാലും അടിക്കടി ഉണ്ടാകുന്ന ഈ പൈപ്പ് പൊട്ടലും അല്ലെങ്കിൽ ഈ റോഡിലെ കുഴികളും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് നാട്ടുകാർക്ക് നേരിടേണ്ടി വരുന്നത്. ഭവ്യ. ശരി, നവമി ദിനേശാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. നമ്മൾ ഒരുപാട് വാർത്തകൾ, പ്രധാന വാർത്തകളൊക്കെ കേട്ടു. ഇനി പ്രേക്ഷകർക്ക് അറിയണ്ടേ ഇന്ന് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? എന്നാൽ ഇന്ന് സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെയാണ്. ഇന്ന് ഇത് സംഭവിക്കും. തമിഴ്നാട്ടിൽ തള്ളിയ മാലിന്യ നീക്കം ചെയ്യുന്ന നടപടി ഇന്നുണ്ടാകും. സബ് കളക്ടറുടെ നേതൃത്വത്തിലാണ് 70ഓളം ഉദ്യോഗസ്ഥർ തിരുനെൽവേലിയിലെത്തി ഈ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യാൻ പോകുന്നത്. നീക്കം ചെയ്യുന്ന ഈ മാലിന്യം ക്ലീൻ കേരള ഗോഡൌണുകളിൽ വേർതിരിച്ച് സംസ്കരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. എന്നാലും ഇന്ന് ഈ മാലിന്യങ്ങൾ അവിടെ നിന്ന് പൂർണ്ണമായും സംസ്കരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നടക്കാൻ പോകുന്നത് ഇതാണ്. മുണ്ടക്കൈ പുനരധിവാസം ചർച്ച ചെയ്യാൻ പ്രത്യേക മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുകയാണ്. വൈകിട്ട് 3:30 കൂടിയാണ് ഇന്ന് ഈ ഓൺലൈൻ യോഗം ഉണ്ടാവുക. സ്ഥലം ഏറ്റെടുക്കലിലും വീടുകളുടെ നിർമ്മാണത്തിലുമൊക്കെ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിർമ്മാണം എങ്ങനെയാകണമെന്നതും ചർച്ചയാകും. എന്തായാലും ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ച് ഇന്നത്തെ ഈ മന്ത്രിസഭാ യോഗം അതിനിർണായകമാണ്. എന്ത് തീരുമാനമെടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊരു കാര്യം, ഇന്ന് CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനം ഇന്നും അവിടെ തുടരുകയാണ്. സർക്കാർ വകുപ്പുകളുടെയും യുവജന വിദ്യാർത്ഥി സംഘടനകളുടെയും പ്രവർത്തനത്തെ നിശ്ചിതമായ ഭാഷയിൽ സംഘടനാ റിപ്പോർട്ടിൽ ഇന്നലെ വിമർശിച്ചിരുന്നു. എന്തായാലും പൊതുചർച്ചയിൽ തുടർഭരണം പാർട്ടി സഖാക്കളിൽ മൂല്യച്യുതി ഉണ്ടാക്കിയെന്ന് ഇന്നലെ വിമർശനമുയർന്നിരുന്നു. പ്രതിനിധി സമ്മേളനത്തിൽ ഇന്നും തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ CPM വയനാട് ജില്ലാ സമ്മേളനത്തിൽ പൊതുചർച്ച ഇന്നുണ്ടാകും. വിവിധ ഏരിയ കമ്മിറ്റികൾക്ക് വേണ്ടി പ്രതിനിധികൾ സംസാരിക്കും. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് 217 പ്രതിനിധികളാണ്. സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്നത് CPM വയനാട് ജില്ലാ കമ്മിറ്റി രൂപീകരിച്ച് അരനൂറ്റാണ്ട് പിന്നിട്ട ശേഷമുള്ള ജില്ലാ സമ്മേളനമാണെന്ന് പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഇന്ന് പൊതുചർച്ചയുണ്ടാകും സമ്മേളനത്തിൽ. അതേപോലെ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ ഏറെ വേദനിപ്പിച്ച കട്ടപ്പനയിലെ നിക്ഷേപകന്റെ മരണത്തിൽ ആരോപണ വിധേയരായവരുടെ മൊഴിയെടുക്കുന്നത് അടക്കമുള്ള അന്വേഷണ നടപടികൾക്ക് ഇന്ന് തുടക്കമാകും. അതിൽ വളരെ പ്രാധാന്യമുണ്ട്. കാരണം ആരൊക്കെയാണോ അദ്ദേഹത്തിന്റെ മരണത്തിന് ഉത്തരവാദികളായത് അവർക്കെതിരെ ഉള്ള അന്വേഷണം ഇന്ന് ആരംഭിക്കുമെന്ന് പറയുമ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ട് ആ കുടുംബത്തിനുമൊപ്പം നമുക്ക് എല്ലാവർക്കും. എന്തായാലും CPM മുൻ ഏരിയ സെക്രട്ടറി VR സജി അടക്കമുള്ളവരുടെ മൊഴിയാണ് ഇന്ന് രേഖപ്പെടുത്തുക. സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. തെളിവുകൾ പരിശോധിച്ച് കൂടുതൽ വകുപ്പുകൾ ചുമത്തും. സാബുവിന്റെ മൊബൈൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. എന്നാൽ ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പ്രധാനമായും സാബുവുമായി ബന്ധപ്പെട്ട കേസിൽ നടക്കാൻ പോകുന്നത്. മറ്റൊന്ന്, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട തങ്കയങ്കി ഘോഷയാത്ര വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി രാത്രി 8 മണിക്ക് ഓമല്ലൂരിൽ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലെത്തും. നാളെ രാവിലെ 8-ന് ഓമല്ലൂർ ശ്രീ രക്തകണ്ഠ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര രാത്രി കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലെത്തി വിശ്രമിക്കും. 25-ന് വൈകിട്ട് 5-ന് ശേഷം ഘോഷയാത്ര സന്നിധാനത്തെത്തും. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന അന്നേ ദിവസം 6:30-നാണ്. മറ്റൊന്ന്, പ്രധാനമായും നടക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി
കുവൈറ്റ് അൽമീറുമായും പ്രധാനമന്ത്രിയുമായും ഇന്ന് കൂടിക്കാഴ്ച നടത്തുകയാണ്. സഹകരണ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കും. അമീറിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി കുവൈറ്റിലെത്തിയിട്ടുണ്ട്. ഇന്നലെ ആണ് അദ്ദേഹം കുവൈറ്റിലെത്തിയത്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത് 43 വർഷത്തിന് ശേഷമാണ്. എന്തായാലും ആ കൂടിക്കാഴ്ച അത് നിർണായകമാണ്. തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. സഹകരണ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുന്നതോടുകൂടി അതിന്റെ ഗുണം എന്തായാലും ഇന്ത്യക്ക് ഉണ്ടാകും. എന്തൊക്കെയാണ് പ്രധാനമായും കരാർ ഉണ്ടാവുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്ന് എന്തായാലും ആ കരാറിൽ ഒപ്പുവെക്കും. മറ്റൊന്ന്, ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻസിനെ നേരിടും. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കിക്ക് ഓഫ്. മുഖ്യ പരിശീലകൻ മൈക്കൽ സ്റ്റാറയുമായി പിരിഞ്ഞതിനാൽ അസിസ്റ്റന്റ് പരിശീലകരുടെ നേതൃത്വത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറങ്ങുന്നത്. 12 മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ 11 പോയിന്റ്സുമായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 11ാം സ്ഥാനത്താണ്. 11 മത്സരങ്ങളിൽ നിന്ന് 5 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ് മുഹമ്മദൻ FC. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഒരു ഓൾ ദി ബെസ്റ്റ്. അതേപോലെ സന്തോഷ് ട്രോഫിയിൽ കേരളം ഇന്ന് ഡൽഹിയെ നേരിടുകയാണ്. ഹൈദരാബാദ് ഡെക്കാൻ അരീന ഡെർഫ് ഗ്രൗണ്ടിൽ രാത്രി 7:30 കളി. അപ്പോൾ കളി കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർ മറക്കണ്ട, രാത്രി 7:30 ഡൽഹിക്കെതിരെ മുന്നേറ്റ താരം മുഹമ്മദ് അജ്സലിനു പകരം സജീഷോ ഷിജിനോ ആദ്യ 11-ലെത്തും. നിജോ ഗിൽബർട്ടും ആദ്യ 11-ൽ തിരിച്ചെത്തിയേക്കും. മികച്ച ഫോമിലുള്ള അജ്സലിന് വിശ്രമം അനുവദിക്കും. 3 തുടർ ജയവുമായി ക്വാർട്ടർ ഉറപ്പിച്ച കേരളത്തോട് മേഘാലയയ്ക്ക് മുന്നിൽ 3ാം മത്സരത്തിൽ തോറ്റ ഡൽഹിക്ക് ജയിച്ചേ തീരൂ. രണ്ടും കൽപ്പിച്ച പോരാട്ടത്തിനൊരു ഒരുങ്ങുകയാണ് മുൻ ചാമ്പ്യന്മാർ. എന്തായാലും രണ്ടുപേർക്കും ആശംസകൾ. അപ്പൊ ഇന്ന് എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ അല്ലേ? നമ്മൾ ഇനി പോകുന്നത് ഇന്നത്തെ പ്രധാന വാർത്തയിലേക്കാണ്. ഒരിക്കൽ കൂടി തലക്കെട്ടുകൾ. എംടിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. മരുന്നുകളോട് നേരിയ തോതിൽ പ്രതികരിക്കുന്നുണ്ടെന്ന ആശുപത്രി. മലയാളത്തിന്റെ മഹാസാഹിത്യകാരൻ വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ തുടരുന്നു. മെഡിക്കൽ ബുള്ളറ്റിൻ രാവിലെ 10 മണിക്ക്. ADGP MR അജിത് കുമാറിന് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് റിപ്പോർട്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജിന് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയുടെ തിരുത്ത. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ട്രോമ കെയർ 2021-ൽ മോശമായിരുന്നുവെന്ന് വീണയുടെ വാദം വസ്തുതാ പിശക്. എനിക്ക് അഭിമാനമുണ്ട്. മറ്റതൊരു ധാരണ പെശകാവാനേ തരുള്ളൂ. പാളയത്തിൽ പണിയൊന്നുമല്ല. അവരതിനു വേണ്ടി ആഗ്രഹിച്ചു. ഇത് കോവിഡ് കാരണം ഫംഗ്ഷനിലായിരുന്നില്ലല്ലോ, അത് ഫംഗ്ഷനിലാക്കി. വീണ ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് KK ശൈലജയുടെ മറുപടി. ന്യൂസ് 18 അഭിമുഖം Q18. കട്ടപ്പനയിലെ നിക്ഷേപകന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ പോലീസ്. തെളിവുകൾ പരിശോധിക്കുന്നു. മുൻ ഏരിയ സെക്രട്ടറി സജി അടക്കമുള്ളവരുടെ മൊഴിയെടുക്കും. സാബുവിന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക്. കാനഡയിൽ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ഭാവി പ്രതിസന്ധിയിൽ. അവിശ്വാസ പ്രമേയത്തെ നേരിടേണ്ടി വരും. ട്രൂഡോയ്ക്ക് അടിതെറ്റിയത് ഒപ്പമുണ്ടായിരുന്ന NDP പാലം വലിച്ചതോടെ. വീണ്ടും നമ്മൾ വാർത്തയിലേക്ക് കടക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് രാവിലെയിലേക്ക്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ തിരുത്തി മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ട്രോമ കെയർ സംവിധാനം 2021-ൽ മോശം അവസ്ഥയിലാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് മന്ത്രിയുടെ വാദം വസ്തുതാ പിശകാണെന്ന് KK ശൈലജ. മാത്രമല്ല, ട്രോമ കെയർ മെച്ചപ്പെടുത്താനുള്ള എല്ലാ നടപടികളും എടുത്തത് താൻ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്താണെന്നും കണക്കുകൾ എടുത്തു പറഞ്ഞ് KK ശൈലജ വ്യക്തമാക്കുന്നു. 2021-ലെ മോശം അവസ്ഥയും 2024-ലെ പുരോഗതിയും കാണിച്ച് മന്ത്രി ഫേസ്ബുക്കിലിട്ട പോസ്റ്റിനായിരുന്നു KK ശൈലജയുടെ മറുപടി. ന്യൂസ് 18 Q18-ലാണ് മുൻ ആരോഗ്യമന്ത്രി ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടെ വാദത്തെ പൂർണ്ണമായും തള്ളിയത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്.
3 ദിവസം മുമ്പാണ് ആരോഗ്യമന്ത്രി പോസ്റ്റ് ഇടുന്നത് തിരുവനന്തപുരം എമർജൻസി മെഡിസിൻ വിഭാഗത്തെ കേന്ദ്ര സർക്കാർ സെൻറ്റർ ഓഫ് എക്സലൻസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റിനകത്ത് 2021 പടം, 2024 പടം, അത് 2021 ഇത്രയും മോശം അവസ്ഥയിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് 2024 പടമിടുന്നത്. 2021 ആരോഗ്യവകുപ്പ് ഭരിച്ചിരുന്നതോ അല്ലെങ്കിൽ ആ സർക്കാരോ ഏതായാലും ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടെ പാർട്ടിയിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള പാർട്ടിയല്ല. എന്തുകൊണ്ടാണ് ഈ എക്സലൻസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ എനിക്ക് അഭിമാനമുണ്ട്. മറ്റതൊരു ധാരണ പെശകാവാനേ തരുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ആ ട്രോമ കെയർ പ്രോജക്റ്റ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞതും പിണറായി സർക്കാരാണ്, ഇടതുപക്ഷ സർക്കാരാണ്. അപ്പോൾ പൊതുവേ ആരോഗ്യ മേഖലയിൽ മാറ്റം വരുത്തുമ്പോൾ എല്ലാ മേഖലയിലും മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. അതിൽ ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റായിരുന്നു ടോട്ടൽ ട്രോമ കെയർ പ്രോജക്റ്റ്. അത് വലിയ വർക്ക്ഷോപ്പൊക്കെ വെച്ച് വിദഗ്ധരായിട്ടുള്ള ആളുകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ഗവൺമെൻറ്. അതിന് 3 കമ്പോണൻ്റാണ് ഉണ്ടായിരുന്നത്. അതിലൊന്ന് കാഷ്വാലിറ്റികൾ നവീകരിക്കുക എന്നുള്ളതാണ്. ഈ എമർജൻസി മെഡിക്കൽ കെയർ യൂണിറ്റുകൾ സർക്കാർ സ്ഥാപനങ്ങളിൽ വളരെ മോശമെന്നുള്ളതല്ല, പക്ഷേ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. ഒരു ചെറിയ സ്ഥലത്ത്, വളരെ പരിമിതമായ സ്ഥലത്താണ് ഈ മാസ് കാഷ്വാലിറ്റി ഒക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾ വരുന്നത്. അപ്പോൾ ഇത് മാറണം. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചത് ഡൽഹി എയിംസ് സന്ദർശിച്ചുകൊണ്ടാണ്. എയിംസിലെ ട്രോമ കെയർ സെൻറ്റർ ഏറ്റവും നല്ലതാണ്. അവിടെ സന്ദർശിച്ചപ്പോൾ അത് വളരെ ട്രയാജ് സിസ്റ്റം, അന്നാണ് ഞാൻ ആദ്യം ട്രയൽ സിസ്റ്റമൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ തിരിച്ചു വന്നിട്ട് ആദ്യം തിരുവനന്തപുരം മെഡിക്കൽ സിറ്റി തലസ്ഥാനമാണല്ലോ ഇതിൻ്റെ, ഇവിടെ തന്നെ ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു 7 കോടി രൂപയുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ തുകയും കൂടി ചേർത്ത് 10-18 ലക്ഷം കോടി രൂപ അന്ന് തന്നെ മാറ്റിവെച്ചു. ഇവിടുത്തെ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാളും സൂപ്രണ്ടും ഞാനും ഈ എയിംസിൻ്റെ HOD ചേർന്നിട്ടാണ് മെഡിക്കൽ കോളേജ് സന്ദർശിച്ചത്. അപ്പോൾ അങ്ങനെ സന്ദർശിച്ച് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് അവിടെ പിന്നെ ടോട്ടൽ ട്രോമ കെയർ, ഒരു നല്ല ട്രോമ കെയർ സിസ്റ്റം ഉണ്ടാക്കാൻ വലിയ ബിൽഡിംഗ് ആക്കിയിട്ട് അതിനെ എടുക്കാൻ സാധിക്കും എന്ന് കണ്ടെത്തി. ആ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിൽ കയറി ചെല്ലുമ്പോൾ വലതുവശത്ത് കാണുന്ന കൂറ്റൻ ബിൽഡിങ്. അപ്പോൾ എല്ലാം അവരിവിടെ വന്ന് ട്രെയിനിങ്, ഇവിടെയുള്ള നമ്മുടെ ഡോക്ടർമാർക്ക് ട്രെയിനിങ് ഒക്കെ നൽകി അവരുടെ കൂടി നിർദ്ദേശത്തോടു കൂടി അവസാനം ഡോക്ടർ സഞ്ജീവ് പോയി പറഞ്ഞപ്പോൾ എയിംസിനേക്കാളും വലുതായി നിങ്ങളുടെ ട്രോമ കെയർ സെൻറ്റർ എന്ന് പറഞ്ഞു. അതെല്ലാം പൂർത്തിയായി, എക്യുപ്മെൻറ്റ്സും ഒക്കെ റെഡിയായി ഫംഗ്ഷൻ മുഖ്യമന്ത്രി ഉദ്ഘാടനവും ചെയ്തു. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു, ഞാൻ അധ്യക്ഷയായി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ എല്ലാ സജ്ജീകരണമായി, തിയേറ്റർ, ഓപ്പറേഷൻ തിയേറ്ററൊക്കെ. അപ്പോഴേക്കാണ് ഈ കോവിഡ് റിപ്പോർട്ട് ചെയ്തത്. കോവിഡ് വന്നപ്പോൾ ഞങ്ങളെല്ലാം ചർച്ച നടത്തി. തിരുവനന്തപുരത്ത് കോവിഡ് ആശുപത്രിയായിട്ട് ഐസൊലേഷന് വേണ്ടി വേണ്ടത്ര സൗകര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം, ഈ ട്രോമ നമുക്ക് ഈ കോവിഡ് കഴിഞ്ഞിട്ട് തുടങ്ങാം. കോവിഡ് കഴിഞ്ഞ ഉടനെ തന്നെ അത് രണ്ടാമത് ആരംഭിക്കേണ്ടതാണ്. അങ്ങനെ രണ്ടാമത് ആരംഭിച്ചു പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ. കെ ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് അറിയാത്ത ഒരാളാണോ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി? അങ്ങനെയുള്ള ഒരു പോസ്റ്റ് വരുമ്പോൾ ഈ പാളയത്തിൽ പടയുണ്ടെന്ന് മാധ്യമങ്ങൾ വാർത്ത കൊടുത്താൽ പാളയത്തിൽ പടയൊന്നുമല്ല, അവരതിനു വേണ്ടി ആഗ്രഹിച്ചു. അവർ ഇത് കോവിഡ് കാരണം ഫംഗ്ഷനിലായിരുന്നില്ലല്ലോ, അത് ഫംഗ്ഷനിലാക്കി. യെസ്, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. PV അൻവർ നൽകിയ പരാതിയിൽ MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ്. വിജിലൻസ് അന്വേഷണത്തിൽ അനധികൃത സ്വത്ത് സമ്പാദനം കണ്ടെത്താൻ സാധിച്ചില്ല. കവടിയാറിലെ വീട് നിർമ്മാണം സ്വത്ത് വിവരം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. 2 ആഴ്ചയ്ക്കകം DGP റിപ്പോർട്ട് സമർപ്പിക്കും. VV വിനോദ് നൽകും കൂടുതൽ വിവരങ്ങൾ. വിനോദ്, 3 മാസത്തെ അന്വേഷണം പൂർത്തിയാകുമ്പോൾ ക്ലീൻ ആണ് ADGP MR അജിത് കുമാർ അല്ലെ? ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു അല്ലെ? ഭവ്യ, 4 അന്വേഷണങ്ങളാണ് നിലവിൽ നടക്കുന്നത്. അത് ADGP ലോ ആൻഡ് ഓർഡർ ഉണ്ട്, ADGP ഇന്റലിജൻസ് ഉണ്ട്, വിജിലൻസ് മേധാവിയുടെ ഇതുണ്ട്, അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് മേധാവിയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ തരത്തിലാണ് DGPയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ തരത്തിൽ 4 അന്വേഷണങ്ങളാണ് നടക്കുന്നത്. ഇതിലിപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. MR അജിത് കുമാർ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി എന്നതിന് തെളിവില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വരുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ DGPക്ക് ഈ റിപ്പോർട്ട് സമർപ്പിക്കും. നേരത്തെ തന്നെ PV അൻവർ ഉന്നയിച്ച ആരോപണം അത് കവടിയാറിലെ വീട് നിർമ്മാണവുമാണ്. ആഡംബര വീട് നിർമ്മിക്കുന്നു, ഇതിനുള്ള സാമ്പത്തിക സ്രോതസ് എവിടെ നിന്ന് അന്വേഷിക്കണം, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി അജിത് കുമാറിന് ബന്ധമുണ്ട്, ഈ വഴിയുള്ള പണമാണ് ഇത്തരം നിർമ്മിതികൾക്ക് ഉപയോഗിക്കുന്നതെന്ന ഒരു ആരോപണമാണ്
നേരത്തെ PV അൻവർ ഉന്നയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം വിജിലൻസ് സ്പെഷ്യൽ യൂണിറ്റ് 1 അന്വേഷണം നടത്തിയിരുന്നു. MR അജിത്കുമാറിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. ബാങ്ക് വായ്പയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അജിത് കുമാർ ഈ അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഭാര്യാപിതാവിൽ നിന്ന് ലഭിച്ച ഭൂമിയുടെ വിശദാംശങ്ങൾ എന്ന കാര്യം അറിയിക്കുകയും ചെയ്തു. സ്വത്ത് വിവര പട്ടികയിൽ ഈ വീടിന്റെ കാര്യം പറയുന്നുണ്ട് എന്നാണ് വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അതേസമയം മറ്റൊരു ആരോപണം കൂടി നിലനിൽക്കുന്നുണ്ട്. അതായത് 36 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഫ്ളാറ്റ് തൊട്ടടുത്ത ആഴ്ച ഏതാണ്ട് ഇരട്ടി വിലയ്ക്ക് മറിച്ചു വിറ്റു. ഇത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയായിരുന്നുവെന്നാണ് PV അൻവറിന്റെ ആരോപണം. ഈ റിപ്പോർട്ടിൽ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നത് വ്യക്തതയില്ല. ഏതായിരുന്നാലും മറ്റ് അന്വേഷണങ്ങളും നടക്കുന്നുണ്ട്. വിജിലൻസ് അന്വേഷണമാണ്, പ്രാഥമികമായ ഒരു അന്വേഷണമാണ്. MR അജിത്കുമാറിന് DGP-ആയി സ്ഥാനക്കയറ്റം നൽകാൻ നേരത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. ഈ സ്ക്രൂട്ടിനി കമ്മിറ്റിയോട്, നേരത്തെ തന്നെയുള്ള സെർച്ച് കമ്മിറ്റി ഉണ്ട്, അവരുടെ അനുമതിയോട് അല്ലെങ്കിൽ ആ ശുപാർശ അംഗീകരിച്ചുകൊണ്ടാണ് മന്ത്രിസഭാ യോഗം അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോയത്. പക്ഷേ CPIയുടെ ശക്തമായ എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് വിജിലൻസിന്റെ റിപ്പോർട്ടിൽ അജിത് കുമാറിനെതിരെ മറ്റ് കൂടുതൽ തെളിവുകളില്ല എന്ന തരത്തിലൊരു കണ്ടെത്തൽ ഉണ്ടാവുന്നത്. ഭവ്യ, തീർച്ചയായും എന്തായാലും സർക്കാരിന് പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനെതിരായ വിജിലൻസ് അന്വേഷണം കണ്ണിൽ പൊടിയിടാനാണെന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. ഇപ്പോഴെന്തായാലും ഇതാ വിജിലൻസ് അന്വേഷണത്തിൽ ക്ലീൻ ചീറ്റ് ലഭിച്ചിരിക്കുകയാണ് MR അജിത് കുമാറിന്. സ്വാഭാവികമായും PV അൻവറും പ്രതിപക്ഷവും ഒക്കെ ഇത് തള്ളാനേ സാധ്യതയുള്ളൂ. ദയവായി തുടരുക വിനോദ. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. മുണ്ടക്കൈ പുനരധിവാസം ചർച്ച ചെയ്യാനായി പ്രത്യേക മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. സ്ഥലമേറ്റെടുക്കലിലും വീടുകളുടെ നിർമ്മാണത്തിലും അന്തിമ തീരുമാനമുണ്ടാകും. നിർമ്മാണം എങ്ങനെയാകണമെന്നത് സംബന്ധിച്ചതടക്കം ചർച്ച ചെയ്യും. വൈകിട്ട് 3:30 ഓൺലൈനായിട്ടാണ് യോഗം. VV വിനോദ് തുടരുന്നുണ്ട് വിശദാംശങ്ങളുമായി. പ്രധാനപ്പെട്ട ഒരു മന്ത്രിസഭാ യോഗമാണ് ഇന്ന് ചേരാൻ പോകുന്നത്. കാരണം ഈ മുണ്ടക്കൈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് അതിലുണ്ടാകുന്നത് മനസ്സിലാക്കുന്നു. എപ്പോഴത്തേക്ക് മന്ത്രിസഭാ യോഗം ചേരും? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് വിനോദ്? ഭവ്യ, ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30 മണിയോടുകൂടിയാണ് മന്ത്രിസഭാ യോഗം ചേരുക. ഓൺലൈനായിട്ടാണ് യോഗം ചേരുന്നത്. ഇതിൽ പ്രധാനമായും എങ്ങനെ വേണം പുനരധിവാസം എന്ന കാര്യം ചർച്ച ചെയ്യുന്നതാണ് ഇതിന്റെ അജണ്ടയായി വരുന്നത്. മാത്രമല്ല നേരത്തെ തന്നെ നിരവധി ആളുകൾ സഹായഹസ്തവുമായി എത്തിയിരുന്നു. മുണ്ടക്കൈക്ക് സ്വന്തം നിലയ്ക്കുള്ള സഹായങ്ങളുമായി എത്തിയിരുന്നു. ഇതിൽ വീട് നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകിയ ആളുകളുണ്ട്. ഇത്തരം വാഗ്ദാനങ്ങൾ നൽകിയ വ്യക്തിത്വങ്ങളെ നേരിട്ട് മുഖ്യമന്ത്രി കാണാനുള്ള ഒരു തീരുമാനം കൂടിയുണ്ട്. അത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളും ഇന്ന് ഉണ്ടാകും. അതോടൊപ്പം തന്നെയാണ് മന്ത്രിസഭാ യോഗവും ഓൺലൈനായി ചേരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സമീപനം അത് തെറ്റായ സമീപനമാണ്. ഇതുവരെയും ഒരു പൈസ പോലും പുനരധിവാസത്തിന് നൽകിയിട്ടില്ല എന്ന കാര്യം സർക്കാർ ആവർത്തിക്കുന്നു. കോടതി കയറിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട നടപടികൾ കോടതിക്ക് മുന്നിലെത്തിയ സാഹചര്യം കൂടിയുണ്ട്. ഏതായിരുന്നാലും 2 എസ്റ്റേറ്റുകൾ അവിടെയാണ് ടൗൺഷിപ്പ് സ്ഥാപിക്കാനുള്ള തീരുമാനം നേരത്തെ കൈക്കൊണ്ടത്. പക്ഷേ ഈ എസ്റ്റേറ്റ് ഉടമകൾ ഇപ്പോൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതും മന്ത്രിസഭാ യോഗം പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഭവ്യ, ശരി. VV വിനോദാണ് വിശദ വിവരങ്ങൾ നൽകിയത്. തുടരുക മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ആഭ്യന്തരം ഉൾപ്പെടെയുള്ള സർക്കാർ വകുപ്പുകളുടെ പോരായ്മകൾ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തുറന്നടിച്ച CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ച. തുടർഭരണം സഖാക്കളിൽ മൂല്യച്യുതിയുണ്ടാക്കിയെന്നും ആഭ്യന്തര വകുപ്പിന്റേതടക്കം പ്രവർത്തനങ്ങൾ പാർട്ടി നയത്തിന് ചേരുന്നതല്ല എന്നും വിമർശനമുയർന്നു. SFI, DYFI നേതൃത്വങ്ങളുടെ പിടിപ്പുകേടിനെതിരെയും പരാമർശങ്ങളുണ്ടായി. വിവിധ സർക്കാർ സേവനങ്ങൾക്കുള്ള ഫീസ് നിരക്കുകൾ കുത്തനെ കൂട്ടിയത് സർക്കാരിനെ ജനങ്ങളിൽ നിന്ന് അകറ്റിയെന്നാണ് മറ്റൊരാരോപണം. പ്രതിനിധി സമ്മേളനത്തിൽ ഇന്നും ചർച്ച തുടരും. നാളെ വൈകിട്ടാണ് പൊതുസമ്മേളനം. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. VV വിനോദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, ഇന്നലെ വലിയ വിമർശനമാണ് പാർട്ടി സമ്മേളനത്തിൽ ഉയർന്നത്. DYFIക്ക് വിമർശനമുണ്ടായ സാഹചര്യമുണ്ടായിരുന്നു. അതോടൊപ്പം മേയറെ പിന്തുണച്ചത് നമ്മൾ കണ്ടു. SFIക്ക് വിമർശനമുണ്ടാകുന്നു. സംഘടനാപരമായ വീഴ്ചകൾ തിരുത്തണമെന്ന് പറയുന്നു. തിരുത്തൽ വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഘടനാ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. പാർട്ടിയിൽ അടിമുടി തിരുത്തൽ വേണമെന്ന് പറയുന്നു. ഇന്ന് എന്ത് പ്രതീക്ഷിക്കണം? കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടാകുമോ? ഇന്നത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഭവ്യ, സ്വയം വിമർശനം പാർട്ടിയുടെ ഒരു രീതി തന്നെയാണ്. ജീർണതകൾ ഉണ്ടെങ്കിൽ അത് എടുത്തു കളയുക എന്നത് പാർട്ടി രീതി തന്നെയാണ്. അത്തരത്തിലുള്ള ചർച്ചകൾ തന്നെയാണ് പൊതുവിൽ ഉയർന്നു വന്നത്. പ്രത്യേകിച്ച് ധനവകുപ്പ്, ആരോഗ്യവകുപ്പ് തുടങ്ങിയ വകുപ്പുകളെ കുറിച്ചുള്ള
ചർച്ചകൾ ധനവകുപ്പ് മന്ത്രി കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞു നടക്കുന്നു. അത് കൃത്യമായി ജനങ്ങളിലേക്ക് എങ്ങനെയാണ് കേന്ദ്രത്തിന്റെ തെറ്റായ സമീപനം എന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. കിഫ്ബി പോലുള്ള പദ്ധതികൾ പുതിയ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ അന്ന് തോമസ് ഐസക് ചെയ്തതുപോലുള്ള നടപടികൾ പുതിയ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ വീഴ്ചയുണ്ട് എന്ന തരത്തിലുള്ള ചർച്ചകൾ. ആരോഗ്യ വകുപ്പിനും ഇതേ വിമർശനമാണ്. ആഭ്യന്തര വകുപ്പിനും വിമർശനമുണ്ട്. പോലീസ് സ്റ്റേഷനുകളിൽ ചെന്നാൽ പാർട്ടിക്കാർക്ക് അവിടെ ഒരു പരിഗണനയുമില്ല. അതേസമയം കോൺഗ്രസ് BJP നേതാക്കൾക്കാണെങ്കിൽ വലിയ പരിഗണന പോലീസ് സ്റ്റേഷനുകളിൽ കിട്ടുന്നു. അതോടൊപ്പം തന്നെയാണ് യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നത്. SFI നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് മാറുന്നു. വലിയ അവമതി ഉണ്ടാക്കുകയാണ്. പലപ്പോഴും SFI നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം പാർട്ടിക്ക് അവമതി ഉണ്ടാക്കുന്നു, സംവിധാനത്തിന് അവമതി ഉണ്ടാക്കുന്നു എന്ന ആരോപണം. DYFI ഒരു സമര പോരാട്ട സംഘടനയാണ്, അതിനപ്പുറത്തേക്ക് ചാരിറ്റി സംഘടനയായി മാറുന്നു. വലിയ ഓഫീസുകൾ കെട്ടിയതുകൊണ്ട് കാര്യമില്ല എന്ന വിമർശനം DYFIക്ക് നേരെയും ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് വർഗ ബഹുജന സംഘടനകൾ, പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന പോഷക സംഘടനകൾ, അവരുടെ വോട്ടുകൾ പോലും കൃത്യമായി പാർട്ടിയിലേക്ക് വരുന്നില്ല. മാത്രമല്ല, ഈ വോട്ട് കണക്ക് കൂട്ടുമ്പോൾ 10,000 വോട്ടിന്റെയൊക്കെ വ്യത്യാസം പോളിംഗ് കഴിഞ്ഞാൽ സാധാരണ നിലയിൽ കണക്കെടുക്കാറുണ്ട്. ആ കണക്കെടുപ്പ് നടത്തുമ്പോൾ 10,000 വോട്ടുകളൊക്കെ മാറുന്ന അത്രയും വ്യത്യാസം വരുന്ന നിലയിലേക്ക് പാർട്ടി സഖാക്കൾ ശേഖരിക്കുന്ന കണക്കുകൾ മാറിപ്പോകുന്നു. അത് ജനങ്ങളുമായി താഴെത്തട്ടിൽ ബന്ധമില്ലാത്തത് കൊണ്ടാണ് അത്തരത്തിൽ സംഭവിക്കുന്നതെന്ന വിമർശനം ഒരു വശത്ത് ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കെതിരെയും ആരോപണം ഉയർന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണോ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ പങ്കെടുത്തത് എന്നത് വ്യക്തമല്ല. ഏതായിരുന്നാലും ആഭ്യന്തര വകുപ്പിനെ വിമർശിക്കുന്ന നിലപാടുണ്ടായി. MR അജിത്കുമാറിന്റെ കാര്യത്തിൽ അത് ഇപ്പോൾ DGP ആയി സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനം, അത് ആവശ്യമെങ്കിൽ കോടതിയിൽ പോയി നിയമപരമായി MR അജിത്കുമാർ വാങ്ങട്ടെ എന്ന ഒരു നിലപാടാണ് പ്രതിനിധികൾ സ്വീകരിച്ചത്. മാത്രമല്ല, പാർട്ടി വഴങ്ങിക്കൊടുക്കുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുന്നു എന്ന ഒരു പ്രതീതി അത് സൃഷ്ടിക്കുന്നു എന്ന വിമർശനം കൂടി ഉയർന്നു വന്നു. അതോടൊപ്പം തന്നെയാണ് BJPയുടെ വളർച്ച ഗൗരവമായി കാണേണ്ടതാണ്. പല കേന്ദ്രങ്ങളിലും BJP ശക്തമായി വളർന്നു വരുന്നുണ്ട്. ഇത് ഗൗരവത്തോടു കൂടി കാണണമെന്നും പ്രതിനിധികൾ ചർച്ചയിൽ പറഞ്ഞു. ശരി, നന്ദി. BV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല സന്നിധാനത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് സമയമുണ്ടല്ലോ. ഏതായാലും നിങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് പ്രൊജക്ട് ചെയ്യുന്നതെങ്കിൽ ഞങ്ങളുടെ വിജയം സുനിശ്ചിതമാണ്. അതേപോലെ ഈ സെൻട്രൽ ലീഡർഷിപ്പ് ദേശീയ നേതൃത്വത്തിന്റെ ഒരു കാര്യം ചോദിച്ചാലേ, ഇപ്പം അംബേദ്കർ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വലിയ സമരത്തിലാണ്. ആ സമരം രാജ്യവ്യാപകമായി അത് വ്യാപിപ്പിക്കാൻ തീരുമാനമെടുത്തു. പക്ഷെ കേരളത്തിൽ CPMന്റെ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങളോ ഒന്നും തന്നെ ആ വിഷയത്തിലൊന്നും പ്രതികരിക്കുന്നില്ല. ഒരു ഇരട്ടത്താപ്പ് ഫീൽ ചെയ്യുന്നു. നരേന്ദ്രമോദിക്കെതിരെ അമിത്ഷായ്ക്കെതിരെ സംസാരിക്കാനുള്ള അല്ലെങ്കിൽ അവരെ വിമർശിക്കാനുള്ള ആർജവം മുഖ്യമന്ത്രി കുറെ കാലമായി കാട്ടുന്നില്ല. അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസുകൾ കൊണ്ടാകാം ഒരുപക്ഷെ അത്. മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ ഭയപ്പെടുന്നു, അമിത്ഷായെ ഭയപ്പെടുന്നു. അംബേദ്കർക്കെതിരെ ഏറ്റവും വലിയ നിന്ദ്യമായ പരാമർശം നടത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ ഒരു അക്ഷരം പറയാൻ കേരള മുഖ്യമന്ത്രി എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? ശരി, സന്നിധാനത്ത് നിന്നും ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. മറ്റു വാർത്തയിലേക്ക്. തലയ്ക്കും ഇടുപ്പിനും തുടയ്ക്കുമുണ്ടായ പരിക്കാണ് നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തലച്ചോറിനും തലയോട്ടിയുടെ 2 ഭാഗങ്ങളിലും രക്തം വാർന്നിരുന്നു. ശ്വാസകോശത്തിന് താഴെയായി ചതവുണ്ടായി എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ശശിനാരായണൻ ചേരുന്നു. ശശിനാരായണൻ, പ്രധാനമായും എന്തൊക്കെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്? വിവരങ്ങൾ. വലിയ വിവാദങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടക്കുന്നതിലാണ് ഇപ്പോൾ അമ്മു സജീവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായും അമ്മു സജീവിന്റെ മരണം തലയ്ക്കും ഇടുപ്പിനും തുടയ്ക്കുമുണ്ടായ പരിക്കുകൾ കാരണമാണെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. തലച്ചോറിനും തലയോട്ടിയുടെ 2 ഭാഗങ്ങളും തകർന്ന് രക്തം വാർന്നതായും സൂചിപ്പിക്കുന്നുണ്ട്. വാരിയലുകൾക്ക് പൊട്ടലുണ്ട്. ശ്വാസകോശത്തിന് താഴെ 2 ചതവുകളുണ്ടായും പറയുന്നു. ഒപ്പം ഭക്ഷണം കഴിച്ചിരുന്നില്ല, വെള്ളം മാത്രം അല്പം കുടിച്ചിരുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉയരത്തിൽ നിന്ന് വീണ് മരിച്ചതാകാമെന്നൊരു സൂചന ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. എന്തായാലും ആത്മഹത്യ എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആത്മഹത്യ പ്രേരണ കുറ്റമടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കും എന്ന കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും അമ്മു സജീവിന്റെ മരണം ആത്മഹത്യയ്ക്ക് നയിച്ചുള്ള ഘടകങ്ങൾ, സ്കൂളിലുണ്ടായ പ്രശ്നങ്ങൾ, 3 വിദ്യാർത്ഥികൾ, ഒപ്പം
ഈ അമ്മു സജീവിന്റെ അധ്യാപകനായ സജി എന്ന് പറയുന്ന അധ്യാപകൻ അടക്കമുള്ള ആളുകൾ ഒക്കെ ഉള്ള മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് അമ്മു സജീവ് ആത്മഹത്യ ചെയ്തതെന്നുള്ള ഒരു കാരണത്തിലേക്ക് ചൂണ്ടുന്നതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അത്തരം വിവരങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. എന്തായാലും പത്തനംതിട്ട DSP ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത്. ഈ റിപ്പോർട്ട് അനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായി അന്വേഷണം നടത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്തരം കാര്യങ്ങളിലേക്ക് കൂടി ഇനി പോകേണ്ടതുണ്ട്. വിവാദമായ ഒരു കേസ് നിലയ്ക്ക് തന്നെ ആദ്യഘട്ടം മുതൽ തന്നെ കൃത്യമായ ഒരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ആ അന്വേഷണത്തിൽ വീട്ടുകാർക്കും സംതൃപ്തിയുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലത് അമ്മു സജീവ് മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ആരെങ്കിലും ആക്രമിച്ചോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്നൊരു സംശയം കൂടി വീട്ടുകാർക്കൊക്കെ ഉണ്ടായിരുന്നു. അതിന് അത്തരം കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഒരു കൃത്യമായ വിവരം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് സ്വയം ചാടി ആത്മഹത്യ ചെയ്തതായിരിക്കാം, പക്ഷേ ആരെങ്കിലും തള്ളിയിട്ടതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വീട്ടുകാർക്ക് സംശയമുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ആത്മഹത്യയുടെ സൂചന നൽകുന്ന വിവരങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. എന്തായാലും അത് പോലീസാണ് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. ഈ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട 3 പ്രതികളായ കോളേജ് വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. ഒപ്പം അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അവർ ജാമ്യത്തിലാണ്. അതിന്റെ അന്വേഷണ ഘട്ടങ്ങളിലെല്ലാം കോളേജിനെതിരെയും അതുപോലെ തന്നെ ഹോസ്റ്റലിനെതിരെയൊക്കെ ആരോപണങ്ങൾ കുടുംബം ഉന്നയിച്ചിരുന്നു. ആ തരത്തിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് ഈ തുടർന്നുള്ള അന്വേഷണങ്ങൾ അത്തരത്തിൽ പോലീസ് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഭവ്യ. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ കുവൈറ്റ് സന്ദർശനം തുടരുന്നു. കുവൈറ്റ് അമീർ, പ്രധാനമന്ത്രി എന്നിവരുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ കുവൈറ്റ് സഹകരണ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. കുവൈത്ത് അമീർ ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിന്റെ ക്ഷണപ്രകാരമാണ് 43 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കുവൈത്ത് സന്ദർശനം. ഇസ്രയേൽ ഗാസ യുദ്ധവും സിറിയയിലെ അസാദ് ഭരണകൂടത്തിന്റെ പതനത്തിനിടയിലാണ് മോദിയുടെ സുപ്രധാനമായ സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, ഊർജം തുടങ്ങിയ ഉഭയകക്ഷി ബന്ധത്തിന്റെ മുഴുവൻ വശങ്ങളും കുവൈത്ത് നേതൃത്വവുമായി മോദി അവലോകനം ചെയ്യും. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്നതിലുപരി കുവൈറ്റിലെ വലിയ ഇന്ത്യൻ സമൂഹത്തിന് ഈ സന്ദർശനം പല പ്രതീക്ഷകൾ നൽകുന്നതാണ്. കുവൈറ്റിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹം ഇന്ത്യക്കാരാണ്. പ്രധാനമന്ത്രി ഗൾഫ് സ്പിക് ലേബർ ക്യാമ്പ് സന്ദർശിക്കുകയും അവരുമായി സംവദിക്കുകയും ചെയ്തിരുന്നു. ക്യാമ്പിലെ 90% നിവാസികളും ഇന്ത്യക്കാരാണ്. ഇന്ത്യൻ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ആശങ്കകളും സന്ദർശനം അഭിസംബോധന ചെയ്യും. രാമായണവും മഹാഭാരതവും അറബിയിലേക്ക് വിവർത്തനം ചെയ്ത അബ്ദുള്ള അൽ ബറൂണിനെയും നരേന്ദ്രമോദി സന്ദർശിച്ചു. UAE, ബഹ്റൈൻ, സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, കുവൈത്ത് എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന GCC രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനും സന്ദർശനം വഴിവെക്കുമെന്നാണ് പ്രതീക്ഷ. 2022-23 സാമ്പത്തിക വർഷത്തിൽ GCC രാജ്യങ്ങളുമായി ഇന്ത്യയുടെ വ്യാപാരം $184.46 ബില്യൺ ആയിരുന്നു. കുവൈത്ത് ഇന്ത്യയുടെ 6ാമത്തെ വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരാണ്. കുവൈറ്റിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി ആദ്യമായി $2 ബില്യൺ എത്തിയിരുന്നു. കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ ഇന്ത്യയിലെ നിക്ഷേപം $10 ബില്യൺ കടന്നിരുന്നു. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ ദൃഢമാക്കാനും പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനും വഴിവെക്കുന്നതാണ് ഈ സന്ദർശനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കാനഡയിൽ രാഷ്ട്രീയ ചരടുവലികൾ ശക്തമായതോടെ പ്രതിസന്ധിയിലായി പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. 2025 ഒക്ടോബറിൽ ഫെഡറൽ ഇലക്ഷൻ നടക്കാനിരിക്കെ ട്രൂഡോ അവിശ്വാസ പ്രമേയത്തെ നേരിടേണ്ട സാഹചര്യമാണ്. ഒപ്പമുണ്ടായിരുന്ന NDP പാലം വലിച്ചതോടെയാണ് ട്രൂഡോയ്ക്ക് അടിതെറ്റിയത്. ലിബറൽ പാർട്ടിയെ അധികാരത്തിലേറ്റാൻ ഒപ്പമുണ്ടായിരുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി മറുകണ്ഠം ചാടിയതോടെയാണ് കാനഡയുടെ രാഷ്ട്രീയ സാഹചര്യം മാറിമറിഞ്ഞത്. ഇപ്പോഴിതാ NDP നേതാവ് ജഗ്മീത് സിംഗ് ജസ്റ്റിൻ ട്രൂഡോയ്ക്കെതിരെ അവിശ്വാസ പ്രമേയവും കൊണ്ടുവരുന്നു. ജനുവരി 27-ന് പ്രമേയം പാർലമെന്റിൽ അവതരിപ്പിക്കും. പ്രധാനമന്ത്രി എന്ന നിലയിൽ ജസ്റ്റിൻ ട്രൂഡോ പരാജയമാണെന്നും ജനങ്ങൾക്ക് വേണ്ടിയല്ല അധികാരവർഗത്തിന് വേണ്ടിയാണ് അദ്ദേഹം പദവി ഉപയോഗിച്ചതെന്നും ജഗ്മീത് സിംഗ് ആരോപിച്ചു. പ്രതിപക്ഷ പാർട്ടികളും NDP നീക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ ട്രൂഡോ വെട്ടിലായി. വിലക്കയറ്റമടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിഷേധം സർക്കാരിനെതിരെ രാജ്യത്ത് നിലവിലുണ്ട്. ഇതിനെല്ലാം പുറമെ ക്യാബിനറ്റ് പുനഃസംഘടനയിൽ പ്രതിഷേധിച്ച് ധനകാര്യമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡ് രാജിവെച്ചു. ലിബറൽ പാർട്ടിയിലെ 20 MPമാർ ട്രൂഡോ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഒപ്പം നിന്നവർ കൂറുമാറി. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി. സ്വന്തം പാർട്ടിക്കാർ കൈവിട്ടു. അങ്ങനെ നിലയില്ലാ കയത്തിലാണ് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. ഒന്നുകിൽ രാജിവെക്കണം, അല്ലെങ്കിൽ ഇറക്കിവിടും. ഇതിലേതെങ്കിലും നടക്കാനാണ് സാധ്യത. ആകെ ട്രൂഡോയുടെ മുന്നിലുള്ള വഴി പാർലമെന്റ് സമ്മേളനം നീട്ടിവെച്ച് ആ സമയം കൊണ്ട് ഈ സാഹചര്യത്തെ നേരിടാൻ ഒരു പദ്ധതി ഉണ്ടാക്കുക എന്നത് മാത്രമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.
രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മൾ നിരവധി വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നോക്കി. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രേക്ഷകർ ന്യൂസ് 8 തന്നെ തുടരുക. വാർത്തകൾ തുടരും. നമസ്കാരം.